Hello friends, welcome to Electron College. We discuss three-phase transformers. Three-phase transformers and connections. അതുപോലെ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ നോക്കി കഴിഞ്ഞു. ഓക്കെ, ഇനി ഒരു 3-4 കണക്ഷൻസ് നമുക്ക് നോക്കാനായിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ സ്റ്റാർ ആ കണക്ഷനുകൾ ക്ലിയർ ആവണം. ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഈസി ആയിട്ട് നമുക്ക് തോന്നും. ഓക്കെ, അപ്പോൾ അതേ കൺസെപ്റ്റ്സ് ഫോളോ ചെയ്തിട്ട് തന്നെയാണ് പിന്നെ അടുത്ത കണക്ഷൻസും പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അതിലൊരു ഇമ്പോർട്ടൻ്റ് കണക്ഷൻ ചോദ്യങ്ങൾ ചോദിക്കുന്നൊരു കണക്ഷനാണ് ഇത്. ആക്ച്വലി ഇതിൻ്റെ അകത്തു നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിച്ച് കാണാറ്. ഇറ്റ് ഈസ് ഓപ്പൺ ഡെൽറ്റ. ഓക്കെ, 5ാമത്തെ കണക്ഷനാണ് നമ്മുടെ ഓപ്പൺ ഡെൽറ്റ, അല്ലെങ്കിൽ നമുക്ക് പറയാം അതിനെ വി കണക്ഷൻ എന്ന് പറയാം. ഓക്കെ, ഓപ്പൺ ഡെൽറ്റ എന്നോ വി കണക്ഷൻ എന്നോ പറയാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണിത്. ഓക്കെ, ഓപ്പൺ ഡെൽറ്റ അല്ലെങ്കിൽ വി കണക്ഷൻ. ഓക്കെ, നമ്മുടെ സാധാരണ നമ്മുടെ ഡെൽറ്റ കണക്ഷനും ഓപ്പൺ ഡെൽറ്റ എന്നുള്ള ഡിഫറൻസുകൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇതിൽ നമ്മളധികം ഇങ്ങനെ ഫേസർ ഡയഗ്രാം ഒന്നും വരയ്ക്കേണ്ട ആവശ്യങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് കുറച്ച് മിയർലി നല്ല കുറച്ച് കൺസെപ്റ്റ്സുകൾ നമുക്ക് നോക്കാനാണുള്ളത്. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ HV വൈൻഡിങ്, സിമിലർലി നമുക്ക് LV വൈൻഡിങ് ഉണ്ടാവും. ഓക്കെ, ഓക്കെ, അപ്പോൾ അതിൽ ഞാനിവിടെ ഇത് HV വൈൻഡിങ് എന്നും ഇത് LV വൈൻഡിങ് എന്ന് പറയുന്നു. ഓക്കെ, ഇനി നമുക്കിത് നെയിം ചെയ്യാം. C A B C. ഓക്കെ, അപ്പോൾ HV വൈൻഡിങ്ങുകൾ അപ്പർ കേസിലും അതുപോലെ തന്നെ LV വൈൻഡിങ്ങുകൾ ഞാൻ ലോവർ കേസിലുമാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ സപ്ലൈ ടെർമിനൽസ് ഉണ്ട്. ഈ സപ്ലൈ ടെർമിനൽസ് ഞാൻ ഡാഷ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. A', B', C' എന്നുള്ള ലെവലിൽ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഓക്കെ, അല്ല ഇത് C' അല്ലേ, C അല്ല റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്, C', B'. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഇവിടെ ഒരു 3-phase ട്രാൻസ്ഫോമർ ബാങ്ക്, ഒരു ഡെൽറ്റ ബാങ്കാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഒരു ഡെൽറ്റയിൽ നമ്മൾ അപ്പാരൻ്റ് പവറിനാണ് ഞാൻ S കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അപ്പാരൻ്റ് പവർ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി 3-phase √3 VL പ്രൈമറി ഇൻറ്റു IL പ്രൈമറി. ഓക്കെ, ഈ പ്രൈമറി കറണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. ഓക്കെ, VL പ്രൈമറി എന്ന് പറയുന്നത് ഇവിടെയാണ്. ഓക്കെ, VL പ്രൈമറി. ഓക്കെ, ഡെൽറ്റ ആയതുകൊണ്ട് തന്നെ VLും V ഫേസ് ഈക്വലാണ്. അതുകൊണ്ട് V ഫേസ് പ്രൈമറിയെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, സിമിലർലി ഇത് സെക്കൻഡറി അല്ലേ, നമുക്ക് ഇവിടെയും പറയാം VL സെക്കൻഡറി വിൽ ബി ഈക്വൽ ടു V ഫേസ്. ഡെൽറ്റ ആയതുകൊണ്ടാണ് ലൈനും ഫേസും ഇതാണ്. ഓക്കെ, ഇനി കറണ്ട് എവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ഇവിടെയാണ് കറണ്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. IL പ്രൈമറി കാരണം ഇവിടെയാണ് ഡോട്ട് വരുന്നത്. ഡോട്ട് വന്ന് ഇവിടെ ലീവ് ചെയ്യുന്നു. IL സെക്കൻഡറി. ഓക്കെ, സോറി, IL അല്ല, I ഫേസ് പ്രൈമറിയും I ഫേസ് സെക്കൻഡറിയും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് മാറ്റി എഴുതാൻ വേണ്ടി സാധിക്കും. നമുക്ക് ഇതിനെ √3 IL പ്രൈമറി എന്ന് പറയുന്നത് നമ്മുടെ ഡെൽറ്റയിൽ എന്താണ്? IL എന്ന് പറയുന്നത് √3 I ഫേസ് ആണ് അല്ലേ, √3 I ഫേസ് പ്രൈമറി. സിമിലർലി സെക്കൻഡറി എഴുതുമ്പോൾ VL സെക്കൻഡറി ഇൻറ്റു IL സെക്കൻഡറി ഈക്വൽ ടു √3 VL അല്ല, ഇവിടെ V ഫേസ് അല്ലേ, V ഫേസ്
into √3 V phase secondary into √3 V phase primary. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാം. ഇത് രണ്ട് മൾട്ടിപ്ലൈ തന്നെ യു വിൽ ബി ഗെറ്റിംഗ് √3 V phase primary into I phase primary. ശരിയല്ലേ? സിമിലർ സെക്കൻഡ് സൈഡ് നോക്കിയാൽ മനസ്സിലാവും. സോറി, √3 അല്ല, √3 into √3 അല്ലേ? അപ്പോൾ 3 √3 into √3 ആണ് 3. അപ്പോൾ 3 V phase primary into I phase primary. Similarly 3 V phase secondary into I phase secondary. ഓക്കെ, അപ്പോൾ ജനറലി പറയാം എസ് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി 3 V phase I phase. ക്ലിയർ? ഇത് ആണ് നമ്മുടെ ഡെൽറ്റയുടെ, ഞാൻ സ്റ്റാർ ഓപ്പൺ ഡെൽറ്റ അല്ല പറയുന്നത്, ഡെൽറ്റയുടെ പവറാണ് 3 V phase I phase. കാരണം നിങ്ങൾക്ക് നോക്കുമ്പോൾ ഇവിടെ രണ്ട് പ്രൈമറിയിലെ ഫേസിൻ്റെ പവറും 3 V phase primary ഇൻറ്റു I phase primary ആണ്. സിമിലർലി സെക്കൻഡറി നോക്കുമ്പോഴും 3 V phase secondary ഇൻറ്റു I phase secondary ആണ്. ഓക്കെ, അപ്പോൾ രണ്ട് നോക്കുമ്പോഴും നമ്മുടെ ഡെൽറ്റയുടെ അപ്പാരൻറ്റ് പവർ എന്ന് പറഞ്ഞാൽ 3 V phase ഇൻറ്റു I phase ആണ്. ഓക്കെ, ഇത് നമ്മളിവിടെ 3 ഫേസ് എടുക്കുമ്പോഴുള്ള അവസ്ഥയാണ്. ഓക്കെ, അതായത് ഒരൊറ്റ സിംഗിൾ ഫേസ് യൂണിറ്റ് ആണെങ്കിൽ എന്താ വരിക? സിംഗിൾ ഫേസ് യൂണിറ്റ് ആണെങ്കിൽ V phase ഇൻറ്റു I phase വരുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഡെൽറ്റയിൽ കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 3 സിംഗിൾ ഫേസ് യൂണിറ്റുകളാണ് എടുക്കുന്നത്, അല്ല, അല്ലെങ്കിൽ 3 സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറുകൾ എടുത്തിട്ടാണ് നമ്മളൊരു ഡെൽറ്റ കണക്ഷൻ എടുക്കുന്നത്. അതായത് ഡെൽറ്റ കണക്ഷൻ ഉണ്ടാക്കുന്നത് നമ്മൾ 3 സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറുകൾ യൂസ് ചെയ്തിട്ടാണ്. അതിൽ ഓരോ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറുകൾ എത്ര പവർ നിങ്ങൾക്ക് നൽകുന്നു? V phase ഇൻറ്റു I phase. ഓക്കെ, അപ്പോൾ അങ്ങനെ V phase ഇൻറ്റു I phase ഒരു യൂണിറ്റിൻ്റെ, അങ്ങനെ എത്ര യൂണിറ്റ്? 3 യൂണിറ്റ്. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടിയത്? 3 ഇൻറ്റു V phase I phase നമ്മുടെ ടോട്ടൽ പവറിനെ ഡെൽറ്റ കണക്ഷൻ നമുക്ക് കിട്ടിയത്. ഓക്കെ, അത് 3 ഫേസ് ആണല്ലോ. അപ്പോൾ ഡെൽറ്റ കണക്ഷൻ കിട്ടി. ഇനി നമ്മൾ ഈ ഓപ്പൺ ഡെൽറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 3 യൂണിറ്റുകളുടെ ഒരു യൂണിറ്റ് ഡാമേജ് ആവുകയോ അല്ലെങ്കിൽ നമ്മളതിനെ റിമൂവ് ചെയ്യുകയോ എന്തെങ്കിലും ഒന്ന് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരെണ്ണം റിമൂവലായി പോയി കഴിഞ്ഞാൽ ബാക്കി വരുന്ന എത്രയാണ്? 2 എണ്ണമാണ്. ശരിയല്ലേ? ഈ കണക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓപ്പൺ ഡെൽറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഓപ്പൺ ഡെൽറ്റ എന്ന് പറയുന്നത് എന്താണ്? റിമൂവിങ് വൺ യൂണിറ്റ് ഫ്രം ഡെൽറ്റ എന്ന് ഒരു യൂണിറ്റ് റിമൂവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന കണക്ഷനാണ് ഈ പറയുന്ന ഓപ്പൺ ഡെൽറ്റ കണക്ഷൻ. ഓപ്പൺ ഡെൽറ്റ അല്ലെങ്കിൽ ഈ VV കണക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പവർ എങ്ങനെ വരുന്നു എന്ന് നമുക്ക് നോക്കണം. ഓക്കെ, പവർ ഇത് തന്നെയാണ് വരിക അല്ലെ വേറെ എന്തെങ്കിലുമാണ് വരിക എന്നുള്ള കാര്യം നമുക്ക് നോക്കണം. ഓക്കെ, അപ്പോൾ ഈ റിമൂവൽ കൊന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, റിമൂവ് ചെയ്യുന്നത് ഒരു വൈൻഡിങ് റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു വൈൻഡിങ് നമ്മൾ 2 സ്ഥലത്ത് നിന്ന് റിമൂവ് ചെയ്യണം. പ്രൈമറിയിൽ നിന്ന് റിമൂവ് ചെയ്യണം, സെക്കൻഡറിയിൽ നിന്ന് റിമൂവ് ചെയ്യണം. ഓക്കെ, സോ റിമൂവ് ഒരു വൈൻഡിങ്, 1 വൈൻഡിങ് ഓഫ് പ്രൈമറിയും അതുപോലെ റിമൂവിങ് 1 വൈൻഡിങ് ഫ്രം സെക്കൻഡറി. അല്ലാതെ ഒരെണ്ണം ഒറ്റൊന്ന് മാത്രം ഇതല്ല, 2 സൈഡിൽ നിന്ന് ഓരോന്ന് റിമൂവ് ചെയ്താൽ അത് കിട്ടുന്നതാണ്, റിസൾട്ടിങ് ആണ് നമുക്കെന്ത് പറയുന്നത്? ഓപ്പൺ ഡെൽറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വി ഹാവ് ടു റിമൂവ് പ്രൈമറി വൈൻഡിങ് ആസ് വെൽ ആസ് സെക്കൻഡറി വൈൻഡിങ് ഫോർ റിസൾട്ടിങ് ഇൻ ടു ആൻ ഓപ്പൺ ഡെൽറ്റ കണക്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഇനി നോക്കാൻ പോകുന്നത്, ഇവിടെ ഞാൻ റിമൂവ് ചെയ്യാൻ പോകുന്നത് ഈ ABക്ക് അക്രോസ് ഉള്ള ഈ കണക്ഷനാണ് ഞാൻ റിമൂവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ റിസൾട്ടിങ് ഫിഗർ എങ്ങനെ വരുന്നു എന്ന് ഞാൻ കാണിച്ചു തരാം. റിസൾട്ടിങ് ഫിഗർ A dash, ഇത് C, ഇത് A, ഇത് B അല്ലേ? ഇത് നിങ്ങളുടെ HV വൈൻഡിങ്ങും
നിങ്ങൾ എൽ വി വൈൻഡിങ് വരക്കുകയാണെങ്കിൽ ദിസ് വിൽ ബി യുവർ എൽ വി വൈൻഡിങ്. ഓക്കെ, ഇവിടെ നിന്ന് ഇത് റിമൂവ് ചെയ്തപ്പോൾ കിട്ടിയത് ഫസ്റ്റ് വരച്ചത്, ഇത് റിമൂവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഈ സെക്കൻഡ് വൺ. ശരിയല്ലേ? ഇത് നിങ്ങളുടെ എൽ വി വൈൻഡിങ്. ഓക്കെ, നെയിമിങ് കൊടുക്കാം. അതുപോലെ തന്നെ ഇത് എ, ഇത് എ, ഇത് സി, ഇത് ബി. ഓക്കെ, സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതിൽ ഇത് വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇതിലെ ഒരു കറണ്ട് പോകുന്ന വയ്ക്കുക. ഇപ്പോൾ സപ്പോസ് ഈ ഐ എൽ പ്രൈമറി, ഇതേ ഐ എൽ പ്രൈമറി തന്നെയല്ലേ ഇതിലെയും ഫ്ലോ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇറ്റ് വിൽ ബി ദ ഐ ഫേസ് പ്രൈമറി. ഓക്കെ, സിമിലർലി നിങ്ങൾ ഇതിലെ ഫ്ലോ ചെയ്യുന്ന ഐ എൽ സെക്കൻഡറി ഉണ്ട്. ഓക്കെ, ഈ ഐ എൽ സെക്കൻഡറി വിൽ ബി ഈക്വൽ ടു ദ ഐ ഫേസ് സെക്കൻഡറി. ഇവിടെ നിന്ന് അപ്പോൾ ഐ ഫേസ് സെക്കൻഡറി വന്നു കഴിഞ്ഞാൽ അത് തന്നെയാണ് നിങ്ങൾക്ക് ഐ എൽ സെക്കൻഡറിയിലും കിട്ടുന്നത്. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇനി ഇവിടുത്തെ എല്ലാ വോൾട്ടേജുകളെയും നോക്കാം. നമ്മളിവിടുത്തെ വോൾട്ടേജുകൾ ഇവിടെ പ്ലസ് ഓർ മൈനസ് വി എ ബിയും, അതുപോലെ ഇവിടെ പ്ലസ് ഓർ മൈനസ് വി എ സിയും, സിമിലർലി പ്ലസ് ഓർ മൈനസ് വി ബി സിയുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. നിങ്ങൾ നേരത്തെ എല്ലാ വോൾട്ടേജുകളും ബാലൻസ്ഡ് ആയിരുന്നു. സിമിലർലി നമ്മളിവിടെ ഇതിൻ്റെ അകത്ത് കെ വി എൽ എടുക്കുകയാണെങ്കിൽ ദീസ് വോൾട്ടേജസ് ആർ ഓൾസോ ബാലൻസ്ഡ്. അതായത് ഈ വി എ ബിയും വി ബി സിയും വി സി എൻ്റെ ഒക്കെ സമ്മ് എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. ഓക്കെ, അതായത് നിങ്ങളിവിടുത്തെ സപ്ലൈ ടെർമിനൽസ് ഈ വി എ ഡാഷ് ഉണ്ടല്ലോ, ഇത് ഈ വി എ ഡാഷ് ബി ഡാഷും, അതുപോലെ വി ബി ഡാഷ് സി ഡാഷും, അതുപോലെ വി സി ഡാഷ് എ ഡാഷ് ചെയ്താലും 0 ആണ്. സിമിലർലി വി എ ബി വി ബി സി വി സി എ ചെയ്താലും അതെന്താണ്? 0 ആണ്. അതായത് സപ്ലൈ ഡയറക്റ്റ്ലി എന്ത് ചെയ്തിരിക്കുകയാണ്? പ്രൈമറിയിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രൈമറി വോൾട്ടേജസ് ഒക്കെ എന്താണ്? ബാലൻസ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം വി എ സി നിങ്ങളെ സെക്കൻഡറി ഡിവൈഡഡ് ബൈ പ്രൈമറി, വി എ സി ബൈ വി എ സി ഈക്വൽ ടു വി ബി സി ബൈ ബി ബി സി, ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി, സെക്കൻഡറി ബൈ പ്രൈമറി. ഓക്കെ, കാരണം ഇവിടെ 2 വോൾട്ടേജസ് അല്ലേ വരുന്നുള്ളൂ, മൂന്നാമത്തെ വോൾട്ടേജ് ഇല്ലല്ലോ, വി സി ഇത് വരുന്നില്ലല്ലോ അല്ല, മൂന്നാമത്തെ ഒരു വോൾട്ടേജ് അവിടെ വരുന്നില്ല. കാരണം എന്താ? ഇത് ഓപ്പൺ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ വി എ സിൻ്റെ അക്രോസ് ഉള്ളതും വി ബി സിൻ്റെ അക്രോസ് ഉള്ളതും ഈ വി എ ബി 0 ആണ്. ഓക്കെ, അത് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ റേഷ്യോ. ഈ വി എ ബി 0 എന്ന് പറയുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ മാഗ്നിറ്റ്യൂഡ് ഇല്ല. അപ്പോൾ നമുക്ക് പറയാം, സിൻസ് നമ്മുടെ പ്രൈമറി വോൾട്ടേജസ് ഒക്കെ ബാലൻസ്ഡ് ആയതുകൊണ്ട് വി എ ബി എത്രയാണ്? 0 ആണ്. ഓക്കെ, വി ആംഗിൾ 0, ഫേസ് ഷിഫ്റ്റ് ഒന്നുമില്ല. പക്ഷേ വി ബി സി എന്ന് പറയുന്നത് എത്രയായിരിക്കും? വി ആംഗിൾ -120. സിമിലർലി വി സി എന്ന് പറഞ്ഞിട്ട് വി ആംഗിൾ +120. ഓക്കെ, ഇനി നമ്മളോടിപ്പോൾ സപ്പോസ് ചോദിക്കുകയാണ് വി എ സി ചോദിക്കുകയാണെന്നിരിക്കും. വി എ സി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം -വി സി എ ആണ്. ഓക്കെ, -വി സി എ, അതായത് നിങ്ങളുടെ വി സി എ ആണ് വി എ സി ആണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം -വി സി എ എന്ന് എഴുതാം. അപ്പം -വി സി എ എന്ന് എഴുതുമ്പോൾ ആദ്യം വി ബി സി എടുക്കാം. ഓക്കെ, ഇറ്റ് വിൽ ബി ബെറ്റർ. ഓക്കെ, വി എ സി അല്ല വേണ്ട, ഇത് നമുക്ക് ചെയ്യണമെന്നില്ല. കാരണം അത് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഓക്കെ, കാരണം ഇതിൻ്റെ -60 എടുക്കണമെന്ന് പറയണം, അത് വേണ്ട, അതിന് ആവശ്യമില്ല. ഇത് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി, ഇങ്ങനെ ഈ ഷിഫ്റ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് വി ബി സി എടുക്കാൻ പോവാണ്. ഓക്കെ, വി ബി സി അതാണ് ഇവിടുന്ന് പറയാൻ ഉദ്ദേശിച്ചത്. വി ബി സി എന്ന് പറഞ്ഞാൽ എന്താ? ഈ ക്യാപിറ്റൽ വി ബി സി ഇൻറ്റു എൻ എസ് ബൈ എൻ പി അല്ലേ? ശരിയല്ലേ? നമുക്ക് ഏതാണ്? ക്യാപിറ്റൽ വി ബി സി ഇൻറ്റു എൻ എസ് ബൈ എൻ പി. ഓക്കെ, ഈ ക്യാപിറ്റൽ വി ബി സി എന്ന് പറയുന്നത് സപ്ലൈ വോൾട്ടേജ് ആണ്, വി ഡാഷ് ആണ് അല്ലേ? വി ഡാഷ് ഇൻറ്റു
മൈനസ് ഇൻറ്റു അല്ല, ആംഗിൾ എത്ര വരും? NS/NPൻ്റെ ആംഗിൾ, നിങ്ങൾ വി ഡാഷ് ആംഗിൾ എത്ര വരും? VBCൻ്റെ അവിടെ ഉണ്ടല്ലോ -120 ശരിയല്ലേ. സിമിലർലി VAC എടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി VAC ഇൻറ്റു NS/NP, സോ ഇറ്റ് വിൽ ബി വി ഡാഷ് ആംഗിൾ -60. ഓക്കെ, -60 എന്ന് പറയുന്നത് ഈ +120 എന്ന് പറഞ്ഞാൽ 120 - 180 എന്ന് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? -16 കിട്ടും. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ ചെറിയ ടെർമിനൽസ് എടുക്കുകയാണെങ്കിലും ഇത് തന്നെ കിട്ടും. കാരണം ചെറിയ ടെർമിനൽസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈ VAB VCB എടുത്തു കഴിഞ്ഞാലും VAB എന്ന് പറഞ്ഞാൽ വി ഡാഷ് ആംഗിൾ 0 കിട്ടും. അതുപോലെ VAC എന്ന് പറഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് വി ഡാഷ് ആംഗിൾ 120. ഓക്കെ, അത് ചെറിയ ടെർമിനൽസൊക്കെ എടുക്കാനും കിട്ടും. ഓക്കെ, ഇതിപ്പോൾ എന്തിനാണ് പറയുന്നതെന്ന് വെച്ചാൽ ഇത് നിങ്ങൾ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. ഈ KVLൻ്റെ റിലേഷൻ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളുടെ വോൾട്ടേജസൊക്കെ നിങ്ങൾ രണ്ട് വോൾട്ടേജ്, ഇപ്പോൾ 2 വോൾട്ടേജല്ലേ ഉള്ളൂ, VABയും VAC മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ആ 2 വോൾട്ടേജസും നിങ്ങൾ പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറഞ്ഞാലും ഈ വോൾട്ടേജസ് ഇറ്റ് വിൽ ബി സ്റ്റിൽ ബാലൻസ്ഡ്. ഈ വോൾട്ടേജസ് എന്താണ്? ബാലൻസ്ഡ് ആണ്. അത് പറയാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു റിമൂവൽ നടത്തി കഴിഞ്ഞാലും നിങ്ങളുടെ വോൾട്ടേജസ് എന്താണ്? വോൾട്ടേജസ് ആർ ബാലൻസ്ഡ്. ഓക്കെ, വോൾട്ടേജസ് എന്താണ്? ബാലൻസ്ഡ് വോൾട്ടേജസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡെൽറ്റ കണക്ഷൻ ഒരു ട്രാൻസ്ഫോമർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ബാലൻസ്ഡ് വോൾട്ടേജസ് ആണ് എവിടെ കിട്ടുക? പ്രൈമറി സൈഡിലും കിട്ടുക, അതുപോലെ തന്നെ സെക്കൻഡറി സൈഡിലും കിട്ടുക. ഓക്കെ, അപ്പോൾ ഡെൽറ്റയിൽ നിങ്ങൾ എത്ര ട്രാൻസ്ഫോമർ ആയിരുന്നു യൂസ് ചെയ്തത്? യു യൂസ്ഡ് 3 സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമേഴ്സ്. VV കണക്ഷനിലോ ഒരെണ്ണം റിമൂവ് ചെയ്തു. അപ്പോൾ എത്ര? 2 സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമേഴ്സ്. രണ്ടായാലും എന്താണ്? ബാലൻസ്ഡ് ആണ് എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കാം. അതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. എന്നാലും മാത്രമേ നമുക്ക് മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അസംഷൻ നടത്തുക, ബോത്ത് ദ വോൾട്ടേജസ് ആർ ബാലൻസ്ഡ് ഫേസിലാണ് വരുന്നത്. ഓക്കെ, സിമിലർലി നമുക്കറിയാം, ഞാൻ മുന്നേ പറഞ്ഞതാണ്, നിങ്ങളുടെ വോൾട്ടേജ് റേറ്റിംഗ് എന്തിന് പ്രപ്പോർഷണലാണ്? നമ്പർ ഓഫ് ടേൺസിന് പ്രപ്പോർഷണലല്ലേ? അതായത് അത് എന്തിന് പ്രപ്പോർഷണലാണ്? ഇൻസുലേഷന് പ്രപ്പോർഷണലാണ്. ശരിയല്ലേ. സിമിലർലി കറണ്ട് റേറ്റിങ്ങോ? കറണ്ട് റേറ്റിംഗ് ഈസ് പ്രപ്പോർഷണൽ ടു, കറണ്ട് റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ I ഫേസ്, അതായത് V ഫേസ് പ്രപ്പോർഷണൽ ടു ഇൻസുലേഷനും I ഫേസ് എന്തിന് പ്രപ്പോർഷണലാണ്? ക്രോസ് സെക്ഷണൽ ഏരിയ. ശരിയല്ലേ. കണ്ടക്ടറിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയക്ക് എന്താണ്? പ്രപ്പോർഷണലാണ്. അപ്പം ഓർത്ത് വയ്ക്കുക, ഈ ഒരു ട്രാൻസ്ഫോമർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വോൾട്ടേജ് റേറ്റിങ്ങും കറണ്ട് റേറ്റിങ്ങും എന്ത് ചെയ്യുന്നില്ല? ചേഞ്ച് ചെയ്യുന്നില്ല. പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്? അത് കൺസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് മാറുന്നുണ്ട്. ഓക്കെ, ആ മാറ്റം നമ്മളിപ്പോൾ പവറിൻ്റെ കേസിൽ നമ്മളിപ്പോൾ കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, ആ മാറ്റം നമുക്ക് നോക്കാം. ആദ്യം ഇത് തൊട്ട് നിങ്ങൾ ക്ലിയർ ആയിട്ട് നോക്കുക. ഇത് തൊട്ട് നമുക്ക് വളരെ അത്യാവശ്യമുള്ളതാണ്. ഡെൽറ്റ കണക്ഷനിൽ നമുക്കറിയാം IL ഈക്വൽ ടു എന്താണ്? √3 I ഫേസ് ആണ്. IL ഈക്വൽ ടു എന്താണ്? √3 I ഫേസ്. പക്ഷേ ഇൻ V കണക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പൺ ഡെൽറ്റ കണക്ഷനാണ്. ഓപ്പൺ ഡെൽറ്റ കണക്ഷനിലെ പ്രത്യേകത എന്താണ്? ഓപ്പൺ ഡെൽറ്റ കണക്ഷനിൽ ഓരോ ലൈൻ വോൾട്ടേജുകളും എന്തിന് ഈക്വലാണ്? ഓരോ ലൈൻ വോൾട്ടേജുകളും എന്തിന് ഈക്വലാണ്? ഫേസ് വോൾട്ടേജുകൾക്ക് ഈക്വലാണ്. ലൈൻ വോൾട്ടേജുകൾ എന്തിന് ഈക്വലാണ്? ഫേസ് വോൾട്ടേജ്. ആ ഒരു വ്യത്യാസം നോക്കിയാൽ ഇതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇത് നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. ഓക്കെ, ഡെൽറ്റ കണക്ഷനിൽ നിങ്ങൾക്കറിയാം IL ഈക്വൽ ടു √3 I ഫേസ് ആണെങ്കിൽ നിങ്ങളുടെ ഓപ്പൺ ഡെൽറ്റ കണക്ഷനിൽ IL എന്തിന് ഈക്വലാണ്? നിങ്ങൾ IL ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും എന്താണ്? ഈക്വലാണ്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് പവറിൽ വേരിയേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. പവർ ഇൻ 3 ഫേസ് നമുക്കറിയാം √3 VL IL ആണ്. അതായത് ഇറ്റ് വിൽ ബി √3 V ഫേസ് ഇൻറ്റു IL പകരം √3 I ഫേസ്. അങ്ങനെയാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്? 3 V ഫേസ് I ഫേസ് എന്നുള്ള ലെവലിൽ ആരെ കിട്ടുന്നത്? നിങ്ങൾക്ക് ഡെൽറ്റ പവർ കിട്ടുന്നത്. നിങ്ങൾക്ക് ഡെൽറ്റ ലെവലും പറയുന്നത്. അപ്പോൾ ഡെൽറ്റ പവർ കിട്ടുന്നത്. ഓക്കെ, ഡെൽറ്റ പവർ 3 V ഫേസ് I ഫേസ് ആണ്.
ഇനി നിങ്ങളിവിടെ ഓപ്പൺ ഡെൽറ്റ നോക്ക്. ഓപ്പൺ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ √3 VLIL ആണ്. ഓക്കെ, √3 VLIL എന്ന് പറഞ്ഞാൽ √3 ഡെൽറ്റ തന്നെയാണല്ലോ. അപ്പോൾ VL = V phase ആണ്. IL എന്തിന് ഈക്വലാണ്? I phase ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് വ്യത്യാസം. പവറിൻ്റെ വ്യത്യാസങ്ങൾ എന്താ വരുന്നത്? √3 V phase I phase ആണ്. വളരെ ഇമ്പോർട്ടൻറ്റ് റിലേഷനാണിത്. ഇത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ അപ്പാരൻ്റ് പവറിൻ ഡെൽറ്റ എത്രയാണ്? 3 V phase I phase-ഉം ഓപ്പൺ ഡെൽറ്റയിൽ എത്രയാണ്? √3 V phase I phase-ഉം. എന്തുകൊണ്ടാണ് വന്നത്? ഈ കറണ്ട് ഒരെണ്ണം റിമൂവ് ചെയ്യുമ്പോൾ ഉള്ള കറണ്ടിൻ്റെ വ്യത്യാസം കൊണ്ടാണ് ഈ പവറിൽ വ്യത്യാസം വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം SVV / S ഡെൽറ്റ എന്ന് പറഞ്ഞിട്ട് വിൽ ബി √3 V phase I phase / 3 V phase I phase. ശരിയല്ലേ? √3 ത്രൂയിൽ നിന്ന് കട്ട് ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടും? SVV / S ഡെൽറ്റ = 1/√3. 1/√3 എന്ന് വെച്ചാൽ എത്രയാണ്? 0.577. സോ ദിസ് ഈസ് യുവർ ആൻസർ. ഇതാണ് നിങ്ങളുടെ ഉത്തരമായിട്ട് വരുന്നത്. ക്ലിയർ? അപ്പോൾ റേറ്റിങ്ങുകൾ സെയിം ആണ്. അതായത് നേരത്തെ പറഞ്ഞത് വോൾട്ടേജ് റേറ്റിംഗ് കറണ്ട് റേറ്റിങ്ങിന് കയറിയാണ് പറഞ്ഞത്. വോൾട്ടേജ് റേറ്റിംഗ് സെയിം ആണ്, പക്ഷേ അതിൽ കിട്ടുന്ന ഓപ്പറേറ്റ് ചെയ്യുന്ന വാല്യൂസ് മാറിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യും? പവറിൽ വ്യത്യാസം വരും. അപ്പോൾ നിങ്ങളുടെ ഡെൽറ്റ എന്ന് പറഞ്ഞിട്ട് വിൽ ബി ഓൺലി 0.577. ഓപ്പൺ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ 0.57. അതായത് ഇറ്റ് വിൽ ബി 57.7% ഓഫ് യുവർ ഡെൽറ്റ കണക്ഷൻ. ശരിയല്ല? അതായത് കപ്പാസിറ്റി ഓഫ് സ്റ്റാർ കണക്ഷൻ ഈസ് 57.7% ഓഫ് യുവർ ഡെൽറ്റ കണക്ഷനായിട്ട് മാറും. ഓക്കെ, ആ ഒരു കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ പവറിൽ എന്ത് ചെയ്യുന്നു? റിഡക്ഷൻ സംഭവിക്കുന്നു. ഓക്കെ, പവറിൽ എന്ത് ചെയ്യുന്നു? റിഡക്ഷൻ സംഭവിക്കുന്നു. കാരണം ഇവിടെ 0.5 എന്ന് പറഞ്ഞാൽ ഹാഫേ ഉള്ളൂ. ഇവിടെ 100 എന്ന് കൊടുത്താൽ ഇവിടെ എത്ര കിട്ടുള്ളൂ? 50 കിട്ടുള്ളൂ. അല്ല 0.5 എടുത്തുകൊണ്ടാണ് അതിനെക്കാട്ടിയും കുറേ ചെയ്യുള്ളൂ. ശരിയല്ലേ? ആ ഒരു വ്യത്യാസം നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു ഡൗട്ട് തോന്നും. അതായത് നിങ്ങളുടെ SBV എന്തുകൊണ്ട് നമ്മൾ 2 V phase I phase കിട്ടുന്നില്ല എന്നുള്ളത്. കാരണം നമ്മൾ 2 ട്രാൻസ്ഫോമർ അവിടെ വെക്കുന്നുണ്ടല്ലോ. ഇവിടെ ഒരു ട്രാൻസ്ഫോമർ മാറ്റുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ കിട്ടുന്നത്? ഒരു ട്രാൻസ്ഫോമർ മാറ്റുമ്പോൾ ബാക്കി 2 എണ്ണം വരുമ്പോൾ 2 V phase I phase അല്ലേ കിട്ടുക. അതിന് പകരം എന്തുകൊണ്ട് നമുക്ക് 1 V phase അല്ലെങ്കിൽ V phase I phase എന്ന ലെവലിൽ കിട്ടി എന്നുള്ളത്. കാരണം നിങ്ങൾ സിംഗിൾ ഫേസ് എന്ന് പറയുന്നത് എത്രയാണ്? V phase I phase അല്ലേ? അപ്പം ഡെൽറ്റ ആക്കുമ്പോൾ അതെന്താവണം? 2 × S1 phase, അതായത് 2 V phase I phase അല്ലേ വേണ്ട. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഇത് ആകുമ്പോൾ നമ്മളെ വാല്യൂസൊക്കെ കറക്റ്റ് ആവും. ഇതാണ് നമ്മുടെ ഡിസൈഡ് വാല്യൂ. നമുക്ക് ആക്ച്വലി കിട്ടുന്നത് എത്രയാണ്? എത്രയാണ് നമുക്ക് കിട്ടുന്നത്? √3 V phase I phase കിട്ടുന്നത്. 2 V phase I phase കിട്ടുന്നതിന് പകരം എത്ര കിട്ടി നമുക്ക്? √3 അല്ലേ? √3 1/√3 അല്ല, 1/√3 V phase I phase ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് അത്രയും റിഡക്ഷൻ വരുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കോംപ്ലക്സ് പവറുകളാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, കോംപ്ലക്സ് പവറുകളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കോംപ്ലക്സ് പവറുകൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ മാഗ്നിറ്റ്യൂഡും ആംഗിളും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി സ്കെയിലാർ ആഡ് ചെയ്യുന്ന പോലെ അങ്ങ് ആഡ് ചെയ്ത് പോകാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെ ആഡ് ചെയ്ത് പോകാൻ പറ്റുവാണെങ്കിൽ നല്ലതല്ലേ, പക്ഷെ അങ്ങനെ ആഡ് ചെയ്ത് പോകാൻ പറ്റില്ല. എല്ലാം കോംപ്ലക്സ് പവറുകളാണ്. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ആംഗിളും കൂടി കൺസിഡർ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത്. ഓക്കെ, അതാണ് അതിൻ്റെ കാര്യം. ഇനി നമ്മൾ ഈ ഡിസൈഡ് വാല്യൂവിനെ ബേസ് ചെയ്തിട്ട് ഒരു പുതിയ ഫാക്ടർ പഠിക്കുകയാണ്. ദാറ്റ് ഈസ് ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടർ. ഓക്കെ, എന്താണ് ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടർ? TUF എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ TUFൻ്റെ ജനറൽ ഡെഫിനേഷൻ ഓർക്കുക. അത് കിട്ടിയാൽ തന്നെ ക്ലിയറായി. എന്താണെന്ന് വെച്ചാൽ ദ റേറ്റിംഗ് ഒബ്റ്റെയിൻഡ്, നിങ്ങൾക്ക് കിട്ടുന്ന റേറ്റിംഗ് അല്ലെങ്കിൽ ഒബ്റ്റെയിൻ ചെയ്യുന്ന റേറ്റിംഗ് ഒബ്റ്റെയിൻഡ് ഡിവൈഡഡ് ബൈ മാക്സിമം റേറ്റിംഗ് ദാറ്റ് കുഡ് ബി ഒബ്റ്റെയിൻഡ്. നിങ്ങൾക്ക് കിട്ടുമായിരുന്ന മാക്സിമം റേറ്റിംഗ്. ഓക്കെ, റേറ്റിംഗ് ഒബ്റ്റെയിൻഡ് ബൈ
മാക്സിമം റേറ്റിംഗ് ദാറ്റ് കുഡ് ബി ഒബ്റ്റെയിൻഡ്. ഓക്കെ, അതിനാണ് നമ്മൾ TUF എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു TUF കാണണം നമ്മൾ. ഇപ്പോൾ TUF ഇൻ സപ്പോസ് ഡെൽറ്റയിലെ TUF നമ്മളെങ്ങനെ കാണാം? ഡെൽറ്റയിൽ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത് എത്രയാണ്? 3V phase I phase അല്ലേ? അവിടെ റിമൂവലൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിച്ചത് എത്ര തന്നെയാണ്? 3V phase I phase തന്നെയാണ്. അപ്പോൾ നമുക്ക് ഉത്തരം എത്ര കിട്ടി? 1 കിട്ടി. 1 എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജിലേക്ക് മാറ്റുമ്പോൾ 100%. അപ്പോൾ 100% TUF ആണ് ഡെൽറ്റയിലുള്ളത്. പക്ഷേ നിങ്ങൾ TUF ഇൻ ഓപ്പൺ ഡെൽറ്റ ചെയ്ത് നോക്ക്. ഓപ്പൺ ഡെൽറ്റ എന്ന് പറയുന്നത് എത്രയാണ്? നമ്മൾ വിചാരിക്കുന്നത് എത്രയാണ്? അതാണ് ഞാൻ ഇവിടെ കാണിച്ചത്. ഞാൻ വിചാരിച്ചത് എത്രയാണ്? 2V phase I phase കിട്ടുമെന്ന് നമ്മൾ വിചാരിച്ചത്. ഇവിടെ 2V phase I phase ആണ് നമ്മൾ ഡിസൈഡ്. പക്ഷെ നമുക്ക് എത്ര കിട്ടിയത്? √3V phase I phase ആണ് കിട്ടിയത്. ശരിയല്ലേ? അതാ നമുക്ക് കിട്ടിയത് √3V phase I phase അല്ല. പക്ഷെ വിചാരിച്ചത് എത്രയായിരുന്നു? 2V phase I phase. അപ്പം അത് കിട്ടുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് √3/2. √3/2 എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി 1.73/2. ദാറ്റ് ഈസ് 0.866 ആണ് കിട്ടുക. അപ്പോൾ ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടർ എത്ര കിട്ടി? 0.86. അതായത് 86.6% ആണ് ലഭിക്കുക. ഓക്കെ, അപ്പം ഇത് പഠിച്ചു വയ്ക്കുക. ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടറിൻ്റെ ഡെൽറ്റ എത്രയാണ്? 100%. അത് ഓപ്പൺ ഡെൽറ്റയിലേക്ക് മാറ്റുമ്പോൾ എത്രയേ ഉള്ളൂ? 86.6% നമുക്ക് കിട്ടുന്നതായിട്ടുള്ളൂ. ഓക്കെ, നമ്മൾ ഫുള്ളി യൂസ് ചെയ്യാമെന്ന് വിചാരിച്ച പക്ഷേ എത്രയേ കിട്ടുന്നുള്ളൂ? 86.6%. അപ്പോൾ ഇതും ഈ ഓപ്പൺ ഡെൽറ്റയുടെ കേസിൽ ചോദിച്ച് കാണാറുണ്ട്. അതുകൊണ്ട് ഇതും നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സാധനം. ഓപ്പൺ ഡെൽറ്റ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ ആസ്പെക്ട് ഓഫ് PSC എക്സാംസ്. ഓക്കെ, ഇവിടെ പവർ എത്രയാണ്? പവറിൻ്റെ ഡിഫറൻസ് നോക്കുക, √3 ആണ്. ഓക്കെ, TUFൻ്റെ പവറിൻ്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 57.7%. മറ്റേതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എത്രയാണ്? TUF 86.6. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. TUF ചോദിച്ച് കാണാറുണ്ട്. ഓക്കെ, സോ അതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റായിട്ട് നമുക്ക് ഓപ്പൺ ഡെൽറ്റയിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഓപ്പൺ ഡെൽറ്റയിലെ കാര്യങ്ങൾ പറയുമ്പോൾ ഈ ഓപ്പൺ ഡെൽറ്റയിൽ ആക്ച്വലി ഇപ്പോൾ സപ്പോസ് അപ്പോൾ ഓപ്പൺ ഡെൽറ്റ അത് ക്ലിയർ ആയല്ലോ. അത് 3 phase മാറ്റുമ്പോൾ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സ്റ്റാൻഡേർഡ് ഓപ്പറേഷനിലൊക്കെ നോക്കുമ്പോൾ നിങ്ങളുടെ മൊത്തത്തിൽ ഇത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ പവർ എത്ര ടൈംസ് റെഡ്യൂസ് ആയി എന്നാണ് പറയുക. നിങ്ങൾ ഡെൽറ്റയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ പവർ എത്രയായിട്ട് റെഡ്യൂസ് ചെയ്തു? 1/√3 ടൈംസ് റെഡ്യൂസ് ആയി. ശരിയല്ലേ? 1/√3 ടൈംസ് റെഡ്യൂസ് ആയി എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മളിപ്പം അപ്പോൾ ആ 2 പോയിൻറ്റ്സാണ് നോട്ട് ചെയ്യേണ്ടത് പറഞ്ഞു. അപ്പോൾ ഇതിൽ ചോദ്യങ്ങൾ എങ്ങനെയാണ് ചോദിക്കുകയെന്ന് വെച്ചാൽ, ഇഫ് when one transformer is removed, okay, when one ഇത് മുന്നേ ചോദിച്ചൊരു സാധനമാണ്. when one transformer is removed from a delta bank, അതായത് ഡെൽറ്റ കണക്ഷൻ ഓഫ് എ 30 kVA ട്രാൻസ്ഫോമർ, 30 kVA ട്രാൻസ്ഫോമർ ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് നിന്ന് ഇത് റിമൂവ് ചെയ്യുമ്പോൾ the capacity of the resulting transformer. Okay, capacity of the resulting transformer. പുതിയ ട്രാൻസ്ഫോമറിൻ്റെ കപ്പാസിറ്റി എന്ത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യം വന്നതിന് നിങ്ങൾക്ക് ആദ്യം മനസ്സിലാക്കാം, ഈ ഡെൽറ്റേൻ്റെ വാല്യൂ ആണ് 30 kV ആണ്. അതായത് പവർ, കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴും പവർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഡെൽറ്റയാണ് എത്ര? 30 kV. ഇവർ ചോദിച്ചിരിക്കുന്നത് എന്താ? ഒരെണ്ണം റിമൂവ് ആയാൽ മനസ്സിലാക്കണം, ഒരെണ്ണം റിമൂവ് ആയാൽ അത് എന്തായിട്ട് മാറും? ഓപ്പൺ ഡെൽറ്റയായിട്ട് മാറും. അപ്പോൾ SVV ആണ് ഇവർ ഉദ്ദേശിക്കുന്ന സാധനം. ഓക്കെ, അപ്പോൾ SVV എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു എത്രയാണ്? SVV എന്ന് പറഞ്ഞാൽ 1/√3 ഇൻറ്റു S ഡെൽറ്റ. ശരിയല്ലേ? അതായത് 0.577 ഇൻറ്റു S ഡെൽറ്റ. അപ്പോൾ 0.57 ഇൻറ്റു 30. അത് ചെയ്ത് അതിൻ്റെ ഉത്തരമായി 2117 അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് അത്ര കിട്ടി 17 അപ്രോക്സിമേറ്റ് 17 kVA എന്നുള്ള ലെവലിൽ ഉത്തരം കിട്ടി. ക്ലിയർ? ഇത്രയാണ് ചോദിക്കുക, ഇങ്ങനെയാണ് ചോദിക്കുക. മനസ്സിലായില്ലേ? അത് പവറിൻ്റെ കേസിൽ. TUFൻ്റെ കേസിൽ ചോദിച്ചു കഴിഞ്ഞാൽ എത്ര നിങ്ങൾ ആ 0.57 മാറിയിട്ട് എത്രയാണ്? 86.667. ഇപ്പോൾ 100 എണ്ണം നിങ്ങളുടെ TUF ആദ്യം 100 ആയിരുന്നു. ഡെൽറ്റയിൽ 100 ആയിരുന്നു ചിലപ്പോൾ പറയില്ല.
TUF in delta കമ്പയറിങ് ഇറ്റ് വിത്ത് സ്റ്റാർ എത്രയാണ് TUF എന്ന് വെച്ചാൽ ഇത്രയാണ് TUFൻ്റെ ഡിഫറൻസ് വരിക. ഓക്കെ, അപ്പോൾ ഈ ഡെൽറ്റ കണക്ഷനുകൾ എവിടെയാണ് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം റിമൂവ് ആയി, അതായത് വൺ ട്രാൻസ്ഫോമർ റിമൂവ് ആയി കഴിഞ്ഞാലും നിങ്ങളുടെ സപ്ലൈ കണ്ടിന്യൂറ്റി ഉണ്ടാവണം. ഓക്കെ, കാരണം വോൾട്ടേജ് ബാലൻസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ സപ്ലൈ കണ്ടിന്യൂറ്റി എവിടെയാണോ ഉദ്ദേശിക്കുന്നത്, ഒരെണ്ണം റിമൂവ് ആയി പോയി കഴിഞ്ഞാലും സപ്ലൈ കണ്ടിന്യൂറ്റി പോകണം എന്നുള്ള ലെവലിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അവിടെ ഏത് കണക്ഷൻ ഉപയോഗിച്ചാൽ മതി, VV അല്ലെങ്കിൽ ഓപ്പൺ ഡെൽറ്റ കണക്ഷൻ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് സപ്ലൈ എന്ത് ചെയ്യാം, മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. അല്ലെങ്കിൽ ഒരു സർക്യൂട്ട് ഓപ്പൺ ആയി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, VV ഉപയോഗിച്ച് അതൊരു സ്റ്റാൻഡ് ബൈ പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ആളാണ് ആര്, നമ്മളുടെ VV അല്ലെങ്കിൽ ഓപ്പൺ ഡെൽറ്റ കണക്ഷൻ. ഓക്കെ, അത്തരത്തിലൊരു ചോദ്യം വരാം. ഓക്കെ, പിന്നെ ഒരു ചോദ്യം വരുന്നത് വെച്ചാൽ ഇൻഡിവിജ്വലായിട്ടുള്ള നമ്മുടെ വാല്യൂസ് വേണമെങ്കിൽ ചോദിക്കാം. അത് ഇൻഡിവിജ്വലായിട്ട് വാല്യൂസ് വെച്ചാൽ ഇപ്പോൾ 3 ട്രാൻസ്ഫോമർ ഉണ്ട് അല്ലേ നമ്മുടെ ശരിക്കും. ഇഫ് ദ 3 ട്രാൻസ്ഫോമേഴ്സ് ഈച്ച് ഓഫ് 100 kVA, 3 100 kVA എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ അതായത് ഒരു V ഫേസ് ഒരു V ഫേസ് I ഫേസ് എന്ന് പറഞ്ഞാൽ എത്രയാണ് 100 അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മുടെ സാധാരണ ഡെൽറ്റ കണക്ഷനിൽ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എത്രയാണ് 3 V ഫേസ് I ഫേസ് അല്ലേ. അപ്പോൾ എത്ര വരും, ഇറ്റ് വിൽ ബി 300 kVA വരും. ഓക്കെ, അനി ഓപ്പൺ ഡെൽറ്റയിലോ VVയിലോ √3 V ഫേസ് I ഫേസ് ആണ് അല്ലേ, √3 V ഫേസ് I ഫേസ്. അപ്പോൾ √3 V ഫേസ് I ഫേസ് എന്ന് പറഞ്ഞാൽ സിംപ്ലി ആയിട്ട് എന്ത് ചെയ്യുക, √3 ഇൻറ്റു V ഫേസ് I ഫേസ് ആണ്. ഓക്കെ, കാരണം ഇവിടെ എങ്ങനെയാണ് വന്നത്, ഇത് 3 ഇൻറ്റു ഈ V ഫേസ് I ഫേസിൻ്റെ വാല്യൂ എത്രയാണ് 100, അങ്ങനെയാണ് 300 വന്നത്. ഇവിടെ എത്രയാണ് 100, അപ്പോൾ അത് √3 ഇൻറ്റു 100 ഉത്തരം എത്ര കിട്ടും, 173 kVA. കണ്ടില്ലേ, പവർ റിഡക്ഷനായി. ഓക്കെ, ഇത് സാധാരണഗതിയിലുള്ള ചോദ്യം. ഇനി വേണമെങ്കിൽ ചോദിക്കുക, ഓപ്പൺ ഡെൽറ്റ ആകുമ്പോൾ ഇൻഡിവിജ്വൽ ട്രാൻസ്ഫോമേഴ്സിൻ്റെ റേറ്റിംഗ് ചോദിക്കാം. ഇൻഡിവിജ്വൽ ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ആകുമ്പോൾ എത്ര ട്രാൻസ്ഫോമറേ ഉള്ളൂ, 2 എണ്ണേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 2 എണ്ണം ആകുമ്പോൾ നമ്മുടെ സപ്പോസ് ട്രാൻസ്ഫോമറിനെ ഇപ്പോൾ സപ്പോസ് A1 ഇപ്പോൾ 3 ട്രാൻസ്ഫോമർ A1 A2 A3 എന്ന് പറഞ്ഞാൽ 3 ട്രാൻസ്ഫോമറാണ് ഉള്ളത്. ഇപ്പം ഇത് റിമൂവ് ആയിരുന്നിരിക്കും, A3 റിമൂവ് ആയിരുന്നിരിക്കും. അപ്പോൾ A1ൻ്റെ വാല്യൂ A2ൻ്റെ വാല്യൂ എങ്ങനെ കാണും എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതെങ്ങനെ കാണുമെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് √3/2 V ഫേസ് I ഫേസ്, √3/2 V ഫേസ് I ഫേസ്. ഇതാണ് ഫോർമുല. ഓക്കെ, ഇപ്പോൾ ഒരെണ്ണം റിമൂവ് ആയതിൻ്റെ അല്ലെങ്കിൽ ഇൻഡിവിജ്വലി അതിൻ്റെ കാണണം എത്രയെന്ന് ചോദിച്ചാൽ ഇതാണ് എൻ്റെ ഉത്തരം. ഓക്കെ, അപ്പോൾ ഈ V ഫേസ് I ഫേസ് നമുക്ക് എത്രയാണ് 100 അപ്പോൾ ഇത് ഒരെണ്ണം ചെയ്താൽ മതി, കാരണം രണ്ടും ഒരേ ഫോർമുല തന്നെയല്ലേ. അപ്പോൾ √3/2 എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി √3/2 എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ നേരത്തെ കണ്ട എത്ര 0.86. അപ്പോൾ 0.86 V ഫേസ് I ഫേസ്. അപ്പോൾ ഇറ്റ് വിൽ ബി ഇൻറ്റു 100 ആണല്ലോ ഇവിടെയുള്ളത്. അപ്പോൾ 86.6. അപ്പോൾ എത്ര കിട്ടും, 86.6 kVA എന്നുള്ള ലെവലിൽ നിങ്ങൾക്ക് ആ ഓരോ ഇൻഡിവിജ്വലിൻ്റെയും വാല്യൂസ് എത്ര കിട്ടും, നിങ്ങൾക്ക് 86.6 kVA എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഓരോ ഇൻഡിവിജ്വൽ സാധനത്തിൻ്റെ പവർ റേറ്റിംഗ് ആവണ്ടേ നിങ്ങളുടെ ടോട്ടൽ പവർ. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 86.6ഉം 86.6ഉം 12 എത്രയായി, 13 16 17 173.2. അതായത് ഈ 2 വോൾട്ടേജ് പവറുകളും കൂട്ടിയാൽ നിങ്ങൾക്ക് ഏത് കിട്ടുന്നുണ്ട്, ഇത് കിട്ടുന്നുണ്ട്. ശരിയല്ലേ? അപ്പം ക്ലിയർ ആയില്ലേ ഇപ്പം? അപ്പം ഇതാണ് കറക്റ്റ്. അപ്പം ഓരോന്ന് കൂട്ടിയിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ പവർ കാണാം. അല്ലെങ്കിൽ ഡയറക്റ്റ്ലി നമ്മളുടെ ഈക്വേഷൻ വെച്ചിട്ട് രണ്ടും ഈക്വലായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഇത് പ്രൂവ്ഡ് ആണ്, ഇത് പ്രൂവ്ഡ് റിസൾട്ടാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇത് പഠിക്കുക, ഡെൽറ്റ ആകുമ്പോൾ ഇതാണെന്ന് പഠിക്കുക. അതുപോലെ ഇൻഡിവിജ്വലായിട്ടുള്ള ഇപ്പം ചിലപ്പോൾ ചോദിക്കും അതിൽ ഓരോ യൂണിറ്റ്, ഇപ്പോൾ റിമൂവ് ആയതിൻ്റെ ഓരോ യൂണിറ്റിൻ്റെയും പവർ എത്രയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ പറയാം, ഇറ്റ് ഈസ് √3/2 V ഫേസ് I ഫേസ് എന്നുള്ള ലെവലിൽ പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കാണാം. അല്ലെങ്കിൽ ഈ ടോട്ടൽ കണ്ടിട്ട് ബൈ 2 ചെയ്താലും മതി, അങ്ങനെ ആയാലും കിട്ടും. കാരണം എന്താ, ആ കിട്ടിയ സാധനം എന്ന് പറഞ്ഞാൽ 2 ഡിവൈഡ് ചെയ്യല്ലേ, അപ്പം ബൈ T. അപ്പോൾ ഈച്ച് യൂണിറ്റ് എന്നൊക്കെയുള്ള വേർഡ്സ് വളരെയധികം ശ്രദ്ധിക്കുക ഈ ഒരു കാര്യത്തിൽ. ഓക്കെ, അതാണ് നമുക്കവിടെ
പറയാനായിട്ടുള്ളത്. ഓപ്പൺ ഡെൽറ്റ കണക്ഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 5 കണക്ഷൻസ് കഴിഞ്ഞു. ബാക്കിയുള്ള കണക്ഷൻസ് എടുക്കാം. അതിന് മുന്നേ ഹാർമോണിക്സിൻ്റെ ചെറിയ ഡിസ്കഷൻ നടത്തുന്നുണ്ട്. അതിന് മുന്നേ നമ്മൾ നേരത്തെ പഠിച്ച ഈ 5 ചോദ്യങ്ങളിൽ നിന്നും വേറെ വ്യത്യസ്തമായിട്ടുള്ളൊരു ചോദ്യങ്ങൾ വരാറുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പോയിൻറ്റ്സ് അതിൻ്റെ അകത്ത് നിന്ന് നോട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഓരോ പോയിൻറ്റുകൾ നോട്ട് ചെയ്ത് പോവാം ഈ കഴിഞ്ഞ എല്ലാ ഇതിൻ്റെ അകത്ത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ സ്റ്റാർ ഉപയോഗിക്കുമ്പോൾ ഏതൊക്കെ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ സ്ഥലത്ത് ഇത് യൂസ് ചെയ്യാം എന്നുള്ള ലെവലിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്കത് നോക്കാം. ഒന്നാമത്തത് സ്റ്റാർ എടുക്കുക. സ്റ്റാർ ഓക്കെ, സ്റ്റാർ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, സ്റ്റാറിൻ്റെ ഫസ്റ്റ് പോയിൻ്റായിട്ട് നമ്മൾ എഴുതേണ്ടത്, ഇത് വളരെയധികം എക്കണോമിക്കലാണ് ഏത് കണക്ഷന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ഹാവ് ടു യൂസ്, നമ്മൾ നേരത്തെ പറഞ്ഞു, ലോ കറണ്ട് ഹൈ വോൾട്ടേജ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലോ കറണ്ട് ഹൈ വോൾട്ടേജ് ട്രാൻസ്ഫോമേഴ്സ്. ഓക്കെ, ലോ വോൾട്ടേജ് ഹൈ കറണ്ട് ട്രാൻസ്ഫോമർ, അതായത് ലോ കറണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് സൈസ് കുറവാണ്. കറണ്ട് റേറ്റിംഗ് ഏരിയക്ക് പ്രൊപ്പോർഷണൽ അല്ലേ, ഏരിയ എന്ന് പറഞ്ഞാൽ സൈസ് അല്ലേ. അപ്പോൾ അതായത് സ്മോൾ KVA അല്ലെങ്കിൽ സ്മോൾ ഹൈ വോൾട്ടേജ് ട്രാൻസ്ഫോമേഴ്സിൽ യൂസ് ചെയ്യുന്നതാണ് ഇത്. ഓക്കെ, സ്മോൾ KVA ഹൈ വോൾട്ടേജ് ട്രാൻസ്ഫോമേഴ്സിൽ യൂസ് ചെയ്യുന്ന സാധനമാണിത്. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ അപ്പോൾ എന്തുകൊണ്ടാണ് അതങ്ങനെ സ്മോൾ KVAയിൽ വരുന്നത്? നമുക്ക് ഇവിടുത്തെ ടേൺസ്, നമ്പർ ഓഫ് ടേൺസ് പെർ ഫേസ് കുറയുന്നില്ലേ, നമ്പർ ഓഫ് ടേൺസ് പെർ ഫേസും കുറയുന്നുണ്ട്, അതുപോലെ തന്നെ ഇൻസുലേഷൻ എമൗണ്ടും കുറയുന്നുണ്ട് അല്ലേ. അപ്പം ഓർക്കുക, ഇത് വരാനുള്ള കാരണം ഇറ്റ് റിക്വയേഴ്സ് ഓൺലി മിനിമം number of turns per phase and minimum amount of insulation. number of turns കുറവാണെങ്കിൽ ഇൻസുലേഷനും കുറവായിരിക്കും, നമ്മൾ ഓൾറെഡി പറഞ്ഞു. മിനിമം എമൗണ്ട് ഓഫ് ഇൻസുലേഷൻ. ഓക്കെ, ആ ഒരു കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അത് ക്ലിയർ ആവുമല്ലോ അല്ലേ. അപ്പോൾ ഇതിൽ പിന്നെ നമ്മുടെ ഈ ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത്. ഇവിടെ പ്രൈമറിയിലും സെക്കൻഡറിയിലും ഇടയിൽ ഫേസ് ഷിഫ്റ്റ് ഇല്ല അല്ലേ, നോ ഫേസ് ഷിഫ്റ്റ് ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി. പ്രൈമറിൻ്റെ സെക്കൻഡറിൻ്റെ ഇടയിൽ എന്തില്ല, ഫേസ് ഷിഫ്റ്റ് ഇല്ല. പിന്നെ ഈ ലോഡിങ് അല്ലെങ്കിൽ ഈ കണക്ഷൻ നല്ല കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ബാലൻസ്ഡ് കേസിലാണ് വർക്ക് ചെയ്യുക. ഓക്കെ, ഇനിയിപ്പോൾ അൺബാലൻസ്ഡ് ലോഡ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഫേസ് വോൾട്ടേജ് അൺഈക്വലാവും. അതുപോലെ ഫേസ് വോൾട്ടേജ് അൺഈക്വലാവും. സിമിലർലി ലൈൻ വോൾട്ടേജിന് വലിയ വ്യത്യാസം ഉണ്ടാവില്ല, പക്ഷേ ഫേസ് വോൾട്ടേജ് എന്താവും, അൺഈക്വലാവും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നോട്ട് ചെയ്ത് വെക്കാം. വേറെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണക്ഷനിൽ ഹാർമോണിക്സ് ഉണ്ട്. ഓക്കെ, ഹാർമോണിക്സ് ഉണ്ട്. ഇവിടെ തേർഡ് ഹാർമോണിക്സും ഉണ്ട്, അതുപോലെ തന്നെ ഫിഫ്ത്ത് ഹാർമോണിക്സും ഉണ്ട്. ഓക്കെ, അപ്പം ഇത് ഹാർമോണിക്സ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു നോൺ സൈനുസോയിഡൽ വേവാണ് ഒബ്റ്റെയിൻ ചെയ്യുക. അതും ചോദിക്കാറുണ്ട്. നോൺ സൈനുസോയിഡൽ വേവ് ഫോമാണ് ഒബ്റ്റെയിൻ ചെയ്യുക. ഇത് എങ്ങനെ റെഡ്യൂസ് ചെയ്യുക വെച്ചാൽ ബൈ സോളിഡ് എർത്തിങ്. സോളിഡ് എർത്തിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എന്ത് ചെയ്യാം, റീപ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പം അതാണ് അതിൻ്റെ കാര്യം. ക്ലിയർ ആണല്ലോ. സിമിലർലി ഇത് കൂടുതൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ കൂടുതൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന ഒരു സാധനം കൂടിയാണ്. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ ഈ കണക്ഷൻ വളരെ റെയർലി യൂസ്. നിങ്ങളോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം, റെയർലി യൂസ്ഡ് കണക്ഷൻ എന്ന് ചോദിച്ചാൽ ഏതാണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് അവർ സ്റ്റാർ കണക്ഷൻ. പക്ഷേ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ന്യൂട്രൽ കണക്ഷൻ പോസിബിളാണ്. ഓക്കെ, ഒരു ന്യൂട്രൽ കണക്ഷൻ പോസിബിളാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഓക്കെ, വേറെ അഡ്വാൻറ്റേജുകളൊന്നുമില്ല, ന്യൂട്രൽ കണക്ഷനാണ്. ഇത് റെയർലി യൂസ്ഡ് ആണെന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അടുത്തത്
ഓക്കെ, ഇതിൻ്റെ വോൾട്ടേജുകളെ കുറിച്ച് അറിയാമല്ലോ. വോൾട്ടേജുകൾ നമ്മൾ നേരത്തെ ക്ലിയർ ആയിട്ട് പറഞ്ഞതാണല്ലോ. അതായത് നിങ്ങളുടെ ഫേസ് വോൾട്ടേജ് എന്ന് പറയുന്നത് സ്റ്റാറിൽ എത്രയാണ്? VL/√3 ശരിയല്ല. അതായത് ഫേസ് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു 1/√, എന്ന് വെച്ചാൽ 57.7% ഓഫ് ലൈൻ വോൾട്ടേജ്. ഓക്കെ, അത്രയും വോൾട്ടേജസ്, ഫേസ് വോൾട്ടേജസ് എന്തെങ്കിലും കുറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് മിനിമം നമ്പർ ഓഫ് ടേൺസിലേക്ക് വരേണ്ടി വരുന്നത്. ഓക്കെ, അതൊരു നോട്ട് ചെയ്ത് വെക്കാം. അടുത്തത് ഡെൽറ്റ. അടുത്തത് ഡെൽറ്റ ഇങ്ങനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ ഡെൽറ്റേൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നേരത്തെ തന്നെ നേരെ കൗണ്ടർ പാർട്ടാണ്. എന്തൊക്കെയാണ് കൗണ്ടർ പാർട്ടിൽ വരിക? അവിടെ നേരത്തെ അവിടെ ഹൈ വോൾട്ടേജ് ആണെങ്കിൽ ഇവിടെ എന്താണ്? ഇവിടെ ഹൈ കറണ്ട് അപ്ലിക്കേഷൻസിലാണ് യൂസ് ചെയ്യുക. ഓക്കെ, സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഹൈ കറണ്ട് ലോ വോൾട്ടേജ് അപ്ലിക്കേഷൻസ്. ഓക്കെ, ഹൈ കറണ്ട് ലോ വോൾട്ടേജ് അപ്ലിക്കേഷൻസിലാണ്. അപ്പോൾ ഹൈ കറണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ലാർജ് KVA എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലാർജ് KVA ലോ വോൾട്ടേജ് അപ്ലിക്കേഷൻസ്. അപ്പോൾ ലാർജ് KVA അല്ലെങ്കിൽ ലാർജ് കറണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അവിടെ മോർ നമ്പർ ഓഫ് ടേൺസ് പെർ ഫേസ് വേണം അല്ലേ? മോർ നമ്പർ ഓഫ് ടേൺസ് പെർ ഫേസ് വേണമെങ്കിൽ അവിടെ കൂടുതൽ ഇൻസുലേഷനും വേണ്ടേ? അപ്പോൾ മോർ ഇൻസുലേഷനും അവിടെ ആവശ്യം വരും, മോർ നമ്പർ ഓഫ് ടേൺസും വേണ്ടി വരും. ഓക്കെ, അതൊരു ചോദ്യമായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. ഡെൽറ്റ കണക്ഷനിൽ സ്റ്റാറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ ഇത് വേണ്ടി വരും. അതിന് എല്ലാത്തിനും പ്രൈമറി റീസണേ ഹൈ കറണ്ട് നിങ്ങൾ കൊടുത്താൽ മതി. ഹൈ കറണ്ട് പ്രപ്പോർഷണൽ ടു എന്നുള്ള കാര്യം മാത്രം നിങ്ങൾക്ക് നോട്ട് ചെയ്താൽ മതി. ഓക്കെ, വേണ്ടി വരുന്നതാണ് റിക്വയേഴ്സ്. ഓക്കെ, ഇറ്റ് റിക്വയേഴ്സ് നീഡ്സ് മോർ, ഇതും വേണ്ടി വരും, മോർ ഇൻസുലേഷനും ആവശ്യമായിട്ട് വരും. ഓക്കെ, ഇവിടെയും എന്തില്ല? നമ്മളെ പ്രൈമറിയിലും സെക്കൻഡറിയിലുള്ള ഫേസ് ഷിഫ്റ്റ് ഇല്ല അല്ലേ? കാരണം എന്താണ്? ഫേസ് ഷിഫ്റ്റ് ഉണ്ടെങ്കിലാണ് ഒരു √3 അങ്ങനെയൊക്കെ ചേഞ്ചസ് വരും. അപ്പോൾ ഫേസ് ഷിഫ്റ്റ് ഇല്ല. പിന്നെ ഈ ഡെൽറ്റ കണക്ഷൻ്റെ ഒരു പ്രത്യേകതയാണ് എന്താന്ന് പറഞ്ഞാൽ, ഈ ഡെൽറ്റ കണക്ഷൻ്റെ പ്രത്യേകത നിങ്ങൾ എപ്പോഴും ഓർത്ത് വെച്ചേക്ക്. നമ്മുടെ തേർഡ് ഹാർമോണിക് ഉണ്ടല്ലോ, ദ തേർഡ് ഹാർമോണിക് വിൽ സർക്കുലേറ്റ്. തേർഡ് ഹാർമോണിക് വിൽ സർക്കുലേറ്റ് ഇൻ ഡെൽറ്റ. ഡെൽറ്റയിൽ തന്നെ ഈ തേർഡ് ഹാർമോണിക് എന്ത് ചെയ്യും? സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഡെൽറ്റ ആണെങ്കിൽ അതിൽ തന്നെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും വിത്തൗട്ട് ഫ്ലോയിങ് ഇൻ ദ ലൈവ് വയേഴ്സ്. ഓക്കെ, ലൈൻ വയേഴ്സിൽ ഫ്ലോ ചെയ്യാതെ തന്നെ ഡെൽറ്റേൻ്റെ പ്രത്യേകതയാണ് തേർഡ് ഹാർമോണിക്ക് ഈ ഡെൽറ്റയെ തന്നെ എന്ത് ചെയ്തോളും? ഫ്ലോ ചെയ്തോളും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഫ്ലക്സ് ആൻഡ് EMF എങ്ങനെയായിരിക്കും? ഫ്ലക്സ് ആൻഡ് EMF വിൽ ബി സൈനുസോയിഡൽ. അപ്പോൾ ഓർത്ത് വയ്ക്കുക, നോൺ സൈനുസോയിഡൽ ആയിട്ടുള്ള ഫ്ലക്സ് എവിടെ വരുന്നു എന്ന് ചോദിച്ചാൽ സ്റ്റാറിലാണ്. നോൺ സൈനുസോയിഡൽ ഹാർമോണിക്സ് ഉള്ളതാണ്. തേർഡ് ഹാർമോണിക്സ് പ്രസൻ്റ് ആയ സ്ഥലമാണ്. പക്ഷെ ഇവിടെ ഒന്നും തേർഡ് ഹാർമോണിക്സ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ സർക്കുലേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഫ്ലക്സ് എന്താണ്? സൈനുസോയിഡലാണ്. ഓക്കെ, ആ ഒരു കാര്യം നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഇവിടുത്തെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാർ പോയിൻ്റ് ഇല്ല. ഓക്കെ, സ്റ്റാർ പോയിൻ്റ് ഇല്ല, അതുകൊണ്ട് എർത്തിങ് ഒക്കെ ഒരു ഇതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കൂടി നോട്ട് ചെയ്യാം. പിന്നെ ഡെൽറ്റേൻ്റെ നമുക്ക് പ്രത്യേകതകൾ നമുക്കറിയാം. VL V ഫേസിന് ഈക്വലാണ്. I ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? IL/√3 ആണ്. ഓക്കെ, ആ ഒരു കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഈ ഡെൽറ്റയിൽ ഒരു വൈൻഡിങ് ഒഴിവാക്കിയാലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഓപ്പൺ ഡെൽറ്റ കിട്ടുന്നത്. നമ്മളത് പഠിച്ചതാണല്ലോ. അപ്പോൾ ഓപ്പൺ ഡെൽറ്റ കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം? സപ്ലൈ കണ്ടിന്യൂറ്റി ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? മെയിൻറ്റെയിൻ ചെയ്യാമെന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ ആ പോയിൻറ്റ്സ് നോട്ട് ചെയ്യാം. ഇനി അടുത്തത് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാർ ഡെൽറ്റയാണ്. ഓക്കെ, എന്താണ്? സ്റ്റാർ ഡെൽറ്റേൻ്റെ പ്രത്യേകതകൾ ഓർത്ത് വയ്ക്കുക. ഇതാണ് നമ്മൾ ഈ പവർ സിസ്റ്റത്തിൽ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു ഇത്. അതെവിടെയാണ് കറക്റ്റായിട്ട് യൂസ് ചെയ്യാന്ന് നമ്മൾ പറയാം. ഇറ്റ് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് അറ്റ്, ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാം കേട്ടോ. മോസ്റ്റ്ലി യൂസ്ഡ് അറ്റ് സബ്സ്റ്റേഷൻ എൻഡ്. ഓക്കെ, സബ്സ്റ്റേഷൻ എൻഡ് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ സബ്സ്റ്റേഷൻ എൻഡിലാണ് ഇത് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്.
ഓക്കെ. അപ്പം അവിടെ എന്തുകൊണ്ടത് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റാർ ഡെൽറ്റ നമുക്ക് അവിടെ എന്തുകൊണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം. ഇവിടെ ഈ സ്റ്റാർ കണക്ഷൻ എന്ന് പറയുന്നത് ഏത് കണക്ഷനാണ്? HV സൈഡിലെ കണക്ഷനും അതുപോലെ നമുക്ക് ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2 പ്രത്യേകതകളുണ്ട്. ഓക്കെ. അപ്പം ഇവിടുത്തെ പ്രത്യേകതകൾ പറയാം. ഇവിടെ ഒന്നാമത്തെ ഇതിൽ കാര്യം പഠിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്റ്റാർ ഡെൽറ്റയാണ് നമ്മൾ സ്റ്റെപ്പ് അപ്പ് ഓപ്പറേഷനുകളിൽ ഉപയോഗിക്കുക. അത് ചോദിക്കാറുണ്ട്. ഓക്കെ. സ്റ്റെപ്പ് അപ്പ് ഓപ്പറേഷനുകളിൽ ഉപയോഗിക്കുക സ്റ്റാർ ഡെൽറ്റ കണക്ഷൻസാണ്. ഓക്കെ. അതായത് നമ്മുടെ പ്രൈമറി വൈൻഡിങ് ഇവിടെ എന്ത് ചെയ്തിരിക്കുകയാണ്? സ്റ്റാർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ. സ്റ്റാർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ. പ്രൈമറി വൈൻഡിങ് സ്റ്റാർ ചെയ്തിരിക്കുക എന്ന് പറഞ്ഞാൽ സ്റ്റാർ അപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും? സ്റ്റാറിൻ്റെ ന്യൂട്രൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ടാവും. ശരിയല്ല. അതായത് പ്രൈമറി വൈൻഡിങ് എന്ന് പറഞ്ഞാൽ ഏത് സൈഡ്? HV സൈഡ്. ശരിയാണല്ലോ, HV സൈഡ്. ഓക്കെ. സിമിലർലി ഇവിടുത്തെ വേറൊരു പ്രത്യേകത ഇവിടെ 30 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവും. നമ്മൾ ഓൾറെഡി കണ്ടതാണ് അല്ലേ? ഫേസ് ഷിഫ്റ്റ് 30 ഡിഗ്രി ഉണ്ട് ബിറ്റ്വീൻ യുവർ പ്രൈമറി ആൻഡ് സെക്കൻഡറി 30 ഡിഗ്രി ഫേസ്. കാരണം ഫേസ് ഗ്രൂപ്പ് 3ലും 4ലാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഫേസ് ഷിഫ്റ്റും ഉണ്ട്. ഓക്കെ. പിന്നെ ഉള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്റ്റാർ ഡെൽറ്റ അപ്പം ഈ 30 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് സ്റ്റാർ ഡെൽറ്റ ക്യാൻ ബി പാരലൽഡ് വിത്ത്, അതായത് ഇതിൻ്റെ കൂടെ തന്നെ പാരലലി നമുക്ക് സ്റ്റാറോ അല്ലെങ്കിൽ ഡെൽറ്റ പാരലലി നമുക്ക് എന്ത് ചെയ്യാം? കണക്ട് ചെയ്ത് നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ആ ഒരു കാര്യം നോട്ട് ചെയ്യുക. അപ്പോൾ ഇത് എവിടെ യൂസ് ചെയ്യുന്ന? ഈ പ്രൈമറി HV സൈഡ് സ്റ്റാർ അത് യൂസ് ചെയ്യുന്നത് ട്രാൻസ്മിഷൻ ലെവലുകളിലാണ്. ഓക്കെ. ട്രാൻസ്മിഷൻ ലെവലുകളിലാണ് ഈ സ്റ്റാർ കണക്ഷൻ HV സൈഡിൽ കൊടുക്കുന്നത്. അതുപോലെ തന്നെ അവിടെ ഒരു ന്യൂട്രൽ ഉണ്ടാവുമല്ലോ, ആ ന്യൂട്രൽ ഈസ് അവൈലബിൾ ഫോർ ഗ്രൗണ്ടിങ് ഓൺ ദ HV സൈഡ്. ഓക്കെ. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ സൈഡിലാണ്, ഇപ്പോൾ ട്രാൻസ്മിഷൻ ലെവലിലാണ് ഈ സ്റ്റാർ ഡെൽറ്റ യൂസ് ചെയ്യുന്നതെന്ന് ഓർത്ത് വെച്ചോ കേട്ടോ. ട്രാൻസ്മിഷൻ സൈഡുകളിലാണ്, ട്രാൻസ്മിഷൻ ലെവലുകളിലാണ് സ്റ്റാർ ഡെൽറ്റ യൂസ് ചെയ്യുന്നതെന്ന് ഓർക്കുക. പിന്നെ ഒരു അഡ്വാൻറ്റേജ് പിന്നെയും പറയാനുള്ളത്, ഇവിടെ ഡെൽറ്റ വന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ തേർഡ് ഹാർമോണിക് കറണ്ടൊക്കെ ഏതിലെ ഫ്ലോ ചെയ്തോളും? ദ തേർഡ് ഹാർമോണിക് കറണ്ട് വിൽ ഫ്ലോ ഇൻ ഏതിലെ ഫ്ലോ ചെയ്യും? ഡെൽറ്റയിൽ എന്ത് ചെയ്യും? ഫ്ലോ ചെയ്യുള്ളൂ. എന്തിനാണ്? ടു പ്രൊവൈഡ് സൈനസോയിഡൽ ഫ്ലക്സ് കിട്ടാൻ വേണ്ടി അത് ഡെൽറ്റയിൽ എന്ത് ചെയ്തോളൂ? ഫ്ലോ ചെയ്തോളൂ എന്നുള്ള അഡ്വാൻറ്റേജും കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. അപ്പോൾ അതാണ് നമ്മൾ സ്റ്റാർ ഡെൽറ്റയിൽ പറയാനായിട്ടുള്ളത്. ഇനി അടുത്തത് ഡെൽറ്റ സ്റ്റാർ. ഓക്കെ. ഡെൽറ്റ സ്റ്റാറിൻ്റെ അഡ്വാൻറ്റേജുകൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വോൾട്ടേജുകൾ നമ്മുടെ ഈ ഡെൽറ്റ സ്റ്റാർ യൂസ് ചെയ്യുന്ന സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. നമുക്ക് ഹൈ ടെൻഷൻ ലൈനുകളെ വോൾട്ടേജ് സ്റ്റെപ്പ് ഡൗൺ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. ഓക്കെ. സിമിലർലി ഈ സെക്കൻഡറി വൈൻഡിങ് ഇതാണല്ലോ പ്രൈമറി വൈൻഡിങ്. ഈ സെക്കൻഡറി വൈൻഡിങ് സ്റ്റാർ വരുന്നതുകൊണ്ട് തന്നെ ഈ സ്റ്റാറിനെ നമുക്ക് എന്ത് ചെയ്യാം? ന്യൂട്രൽ ചെയ്യാം. അതുകൊണ്ട് ഈ കണക്ഷനാണ് ഡെൽറ്റ സ്റ്റാർ കണക്ഷൻ നമ്മൾ കൂടുതലായിട്ട് 3 ഫേസ് 4 വയർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുക. കാരണം നമ്മുടെ സെക്കൻഡറി സൈഡ് സ്റ്റാർ വരുന്നുണ്ട്, അപ്പോൾ 4 വയർ വരും. അപ്പോൾ നമുക്കതാണ് കൂടുതലായിട്ടും 3 ഫേസ് 4 വയർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് മോസ്റ്റ് യൂസ്ഡ് കണക്ഷൻ, ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്ന കണക്ഷൻ ഇതാണ്. ഓക്കെ. അപ്പോൾ ഈ ഡെൽറ്റ സ്റ്റാർ എവിടെ യൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്ന ഏത് ലെവലാണ്? ഡിസ്ട്രിബ്യൂഷൻ ലെവലുകളിലാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. മറ്റേത് ട്രാൻസ്മിഷൻ ലെവലായിരുന്നു. സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്മിഷൻ ലെവലുകളിലും ഡെൽറ്റ സ്റ്റാർ ഡിസ്ട്രിബ്യൂഷൻ ലെവലുകളിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അതിൻ്റെ പ്രത്യേകത ഇതാണ്. സ്റ്റാർ ഡെൽറ്റയിൽ സ്റ്റാർ LV സൈഡിലാണ്, കാരണം ഡെൽറ്റ HV സൈഡിലും സ്റ്റാർ എന്താണ്? LV സൈഡിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 3 ഫേസോ സിംഗിൾ ഫേസ് ലോഡൊക്കെ ആയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ
നമുക്ക് അത് ഈസിയാണ്. അതുപോലെ തന്നെ സ്റ്റെപ്പ് ഡൗൺ അപ്ലിക്കേഷൻസിൽ ഇത് നമുക്ക് യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ വി ക്യാൻ ഈസിലി യൂസ് ദിസ് ഇൻ അവർ 3-phase 4-wire കണക്ഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഓക്കെ, ഇവിടെയും 30 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വരുന്നുണ്ട്. ആരൊക്കെ തമ്മിൽ 30 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ബിറ്റ്വീൻ നമ്മളെ പ്രൈമറിയും സെക്കൻഡറിയും നമ്മൾ 30 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഇവിടെയും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെയും ഡെൽറ്റ കണക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് തേർഡ് ഹാർമോണിക്സിന് ഫ്ലോ ചെയ്യാൻ ഒരു പാത്ത് ഉണ്ടാവും. സോ ദ ഫ്ലക്സ് വിൽ ബി സൈനസോയിഡൽ ഫ്ലക്സ്. നമുക്ക് സൈനസോയിഡൽ ഫ്ലക്സ് എന്ത് ചെയ്യാം, ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് കോമൺലി യൂസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ മോസ്റ്റ് പോപ്പുലർലി യൂസ്ഡ് ആണ്. ഓക്കെ, മോസ്റ്റ് പോപ്പുലർലി യൂസ്ഡ് ഫോർ യുവർ 3-phase ആൻഡ് സിംഗിൾ ഫേസ് ലോഡ്. 3-phaseും സിംഗിൾ ഫേസ് ലോഡുകളിലും മോസ്റ്റ് പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ലോഡാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, സോ അതാണ് നമുക്കവിടെ ഡെൽറ്റ സ്റ്റാറിൽ പറയാനായിട്ടുള്ളത്. അപ്പോൾ ഈ 4 കോമ്പിനേഷനുകളുടെ ഇമ്പോർട്ടൻ്റ് പോയിൻറ്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇതായിരിക്കും. നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ 4 കണക്ഷൻ കഴിഞ്ഞ് 5ാമത് കണക്ഷൻ നമ്മുടെ ഡെൽറ്റയിൽ ഒരു പോയിൻറ്റ്സും കൂടി ആഡ് ചെയ്യാനുണ്ട്. അതായത് നിങ്ങളുടെ വോൾട്ടേജുകൾ പല പവർ ഫാക്ടറുകളിൽ എന്ത് ചെയ്യാം, ഓപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, പല പവർ ഫാക്ടറുകളിൽ എന്ത് ചെയ്യാം, ഓപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളത് എന്ത് ചെയ്യാൻ പോകുന്നത്, പറയാൻ വേണ്ടി പോകുന്നത്. ഡെൽറ്റ നമ്മുടെ ഓപ്പൺ ഡെൽറ്റേൻ്റെ കേസിലാണ് ഇത് വരുന്നത്. ഓക്കെ, ഓപ്പൺ ഡെൽറ്റ വി കണക്ഷനിലാണ് ഞാനിത് പറയുന്നത്. ഇതും കൂടി നോട്ട് ചെയ്ത് വെച്ചേക്ക്. ഓക്കെ, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് അണ്ടർ വേരിയസ് പവർ ഫാക്ടേഴ്സ്. ഓക്കെ, പല പവർ ഫാക്ടറുകളിൽ നമുക്കത് യൂസ് ചെയ്യാം എന്നുള്ള കാര്യം നോട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഇവിടെ എടുക്കുന്ന വോൾട്ടേജ്, ലൈൻ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ V1 cos 30 + 5ഉം അതുപോലെ VL2 എന്ന് പറയുന്നത് V1 cos 30 - 5 ആണ്. നമ്മൾ വാട്ട് മീറ്റർ റീഡിംഗ് ഒക്കെ പഠിക്കുന്നത് സിമിലർ കാര്യമാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ യൂണിറ്റി പവർ ഫാക്ടറിൽ 5 ആണ്. അതായത് VL1ഉം VL2ഉം ഈക്വലാണ്. ഇനി 30 ഡിഗ്രി ആകുമ്പോൾ എന്താണ് അവസ്ഥ, VL1 എന്ന് പറയുന്നത് എന്താണ്, V1/2ഉം VL2 എന്താണ്, V1 ആണ്. ഇനി 60 ആകുമ്പോഴോ, 60 ആകുമ്പോൾ ഒരെണ്ണം 0 ആവും, VL1 0 ആവും, VL2 0.86 V1 ആണ്. ക്ലിയർ? അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഈ 5 കൂടുന്നു അല്ലേ. 5 കൂടുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പവർ ഫാക്ടർ കുറയുകയാണ് അല്ലേ. പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, cos 5 അല്ലേ. 5 കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, പവർ ഫാക്ടർ കുറയുകയാണ്. അപ്പോൾ പവർ ഫാക്ടർ കുറയും തോറും നിങ്ങളുടെ ട്രാൻസ്ഫോമറിൻ്റെ ഇടയിലുള്ള ബാലൻസിങ് നഷ്ടപ്പെടുകയാണ്. ട്രാൻസ്ഫോമർ ബാലൻസിങ് ഡിക്രീസസ്. ഓക്കെ, അപ്പോൾ മാക്സിമം ട്രാൻസ്ഫോമർ ബാലൻസ്ഡ് ആയിട്ടുള്ള പവർ ഫാക്ടർ ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് യൂണിറ്റി പവർ ഫാക്ടർ. ഓക്കെ, ഇറ്റ് ഈസ് യൂണിറ്റി പവർ ഫാക്ടർ. അതുപോലെ ഈ ഒരു ട്രാൻസ്ഫോമർ നമ്മൾ ഡെൽറ്റയിൽ നിന്ന് ഒരു ട്രാൻസ്ഫോമറിനെ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എത്ര ഡിഗ്രീൻ്റെ ചേഞ്ചാണ് വരുന്നത്, അത് വേണമെങ്കിൽ ചോദിക്കാം. ഡെൽറ്റയിൽ നിന്ന് ഒരു ട്രാൻസ്ഫോമർ നമ്മുടെ ഇതാവും, ഓപ്പൺ ഡെൽറ്റ ആവും അല്ലേ. അപ്പോൾ ഈ ഓപ്പൺ ഡെൽറ്റ എന്ന് പറയുന്നത് എത്ര ഫേസ് ഷിഫ്റ്റാണ് വരുന്നത്, 30 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് അല്ലേ പ്രൈമറിയും സെക്കൻഡറിയും തമ്മിൽ വരുന്നത് അല്ലേ. അപ്പോൾ അതും ഓർത്ത് വയ്ക്കുക. പിന്നെ ഇവിടെ ഓർത്ത് വയ്ക്കുക, മാക്സിമം ട്രാൻസ്ഫോമർ ബാലൻസ്ഡ് ആവുന്ന ഏതാണ്, യൂണിറ്റി പവർ ഫാക്ടറിലാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുള്ളൂ. അത്രയും കാര്യങ്ങൾ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്തു. ഇനി അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന 3 ഇമ്പോർട്ടൻറ്റ് കണക്ഷനുകളാണ്. ഒന്നാമത്തത്
ഡെൽറ്റ സിക്സാഗ് മൊത്തം 8 എണ്ണമാണ് പറഞ്ഞത് അല്ലേ 5 എണ്ണം കഴിഞ്ഞു. വളരെ ഇമ്പോർട്ടൻ്റ് 5 എണ്ണം. ഡെൽറ്റ സിക്സാഗ് സ്റ്റാർ, അതുപോലെ തന്നെ സ്റ്റാർ സിഗ്സാഗ് സ്റ്റാർ, ദെൻ അതുപോലെ തന്നെ സ്കോട്ട് കണക്ഷൻ, സ്കോട്ട് അല്ലെങ്കിൽ ടി കണക്ഷൻ. ഈ 3 എണ്ണമാണ് നമ്മളിനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഈ 3 എണ്ണം ഇതും ഇമ്പോർട്ടൻസ് ഉള്ളത് തന്നെയാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത് ആദ്യത്തെ ആ 5 എണ്ണത്തിനാണ്. അതിനകത്താണ് ചോദ്യങ്ങൾ കൂടുതൽ വരിക. പിന്നെ ഇമ്പോർട്ടൻസ് ഉള്ളത് സ്കോട്ട് കണക്ഷനാണ്. ഓക്കെ, സ്കോട്ട് കണക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയി ചോദിച്ചു കാണാറുണ്ട്. പിന്നെ ഈ സിക്സാഗ് കൊണ്ടുള്ള അഡ്വാൻറ്റേജുകൾ എന്താണെന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യം നമുക്ക് വേണം. അതുകൊണ്ടാണ് നമ്മളത് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ സിക്സാഗിലേക്ക് നമുക്ക് പോവാം. അതിന് മുന്നേ ഹാർമോണിക്സിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ വരക്കാം. ഓക്കെ, ഹാർമോണിക്സ്. അപ്പോൾ ഈ ഹാർമോണിക്സ് നമ്മളവിടെ ഉണ്ടായിരുന്നു, ശരിയല്ലേ? ഹാർമോണിക്സ് അവിടെ ഉണ്ടായിരുന്നു. ഹാർമോണിക്സ് എവിടെ ഉണ്ടായിരുന്നത് ഓർക്കുന്നുണ്ടോ? ഏത് ഇതിലാണ് ഉണ്ടായത്? സ്റ്റാറിലാണ് ഉണ്ടായത്, ശരിയല്ലേ? എവിടെ ഉണ്ടായത്? സ്റ്റാറിലാണ് ഉണ്ടായത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ സ്റ്റാർ കണക്ഷനുകളിലെ ഹാർമോണിക്സിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സിക്സാഗ് കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ സിക്സാഗ് സ്റ്റാർ എന്ന് പറയുന്നത്. ഓക്കെ, സിക്സാഗ് സ്റ്റാർ. അങ്ങനെ സിക്സാഗ് സ്റ്റാർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഹാർമോണിക്സുകളെ നമുക്ക് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാം. അതാണ് ഒന്നാമത്തെ പോയിന്റ്. എഴുതി വെക്കുക. ടു എലിമിനേറ്റ് ദ ഹാർമോണിക്സ് എലിമിനേറ്റ് ചെയ്യാൻ വി ആർ യൂസിങ് സിഗ്സാഗ് കണക്ഷൻ. ക്ലിയർ? ആക്ച്വലി അപ്പോൾ അത് മനസ്സിലായല്ലോ. അതാണ് അതിൻ്റെ, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം ഹാർമോണിക്സ് എലിമിനേറ്റ് എന്ത് കണക്ഷനാണ് യൂസ് ചെയ്യുന്നത്? സിക്സാഗ് കണക്ഷനാണെന്ന് ഓർത്ത് വയ്ക്കുക. ഇനി ഹാർമോണിക്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ? ഹാർമോണിക്സ് ഈസ് ദാറ്റ് തിങ് ഹൂസ് ഫ്രീക്വൻസി ഈസ് ദ മൾട്ടിപ്പിൾ ഓഫ് ദ സെയിം ഫ്രീക്വൻസി. ഓക്കെ, ഒരേ ഫ്രീക്വൻസിയുടെ മൾട്ടിപ്പിളുകളായിട്ട് വരുന്നത് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക? സെയിം ഫ്രീക്വൻസി. അപ്പോൾ ആ ഹാർമോണിക്സ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഹാർമോണിക്സ് ഇസ് ദാറ്റ് ഹൂസ് ഫ്രീക്വൻസി ഈസ് ദ മൾട്ടിപ്പിൾ ഓഫ് ദ സെയിം ഫ്രീക്വൻസി. ആ സെയിം ഫ്രീക്വൻസിയെ വിളിക്കുന്ന പേരാണ് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി. ഓക്കെ, ഇതന്നെ ഇങ്ങനെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്നത് നമുക്ക് പറയാം. അവിടെ എന്താണ്? ഹാർമോണിക്സ് ഉണ്ടായി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഹാർമോണിക്സിൻ്റെ ചെറിയൊരു കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇഫ് സപ്പോസ് 3 ഫേസ് ഉണ്ട്. VA1 എന്ന് പറയുന്നത് VM1 സൈൻ ഒമേഗ ടിയും, VB1 എന്ന് പറയുന്നതിനാണ് VM1 സൈൻ ഒമേഗ ടി -120യും, VC1 എന്ന് പറയുന്നത് VM1 സൈൻ ഒമേഗ ടി +120 ആണെങ്കിൽ നിങ്ങളിവിടെ പഠിക്കുന്നത് മേജറായിട്ട് എന്താണ്? ഏത് ഹാർമോണിക്സിനെ കുറിച്ചാണ്? തേർഡ് ഹാർമോണിക്സിനെ കുറിച്ചാണ്. 3, 5, 6, 7 അത്തരത്തിലാണ് പോവുക. ഓക്കെ, അപ്പോൾ തേർഡ് ഹാർമോണിക്സിൽ വരുമ്പോൾ VA3 എന്ന് പറയുന്ന ഇത്ര VM3 സൈൻ, എവിടെയാണ് വ്യത്യാസം വരിക? ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ഒമേഗ അല്ലേ? അപ്പോൾ 3 ഒമേഗ ടി. ദെൻ VB3 = VM3 സൈൻ 3 ഒമേഗ ടി -360. ദെൻ VC3 = VM3 സൈൻ 3 ഒമേഗ ടി +360. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇൻ എഫക്റ്റ് എന്ത് തന്നെയാണ്? VM3 സൈൻ 3 ഒമേഗ ടി തന്നെയല്ലേ? ഈ ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് സൈൻ 3, കാരണം ഇവിടെ ഫേസ് ഷിഫ്റ്റ് 3 മൾട്ടിപ്ലൈ ആവുകയെ. കാരണം ഇവിടെ 120 ഫേസ് ഷിഫ്റ്റ് ആയിരുന്നു, ഇവിടെ എത്രയായി? 360. ഫേസ് ഷിഫ്റ്റും എന്താവും? 3 മൾട്ടിപ്ലൈ ആവും. അതുപോലെ ഫ്രീക്വൻസി എന്താവും? 3 മൾട്ടിപ്ലൈ ആവും. ക്ലിയർ? അപ്പോൾ അതാണ് VM3 സൈൻ 3 ഒമേഗ ടി, അവിടെയും VM3 സൈൻ 3 ഒമേഗ ടി. ഓക്കെ, അപ്പം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്താണ് ഇതിൻ്റെ അകത്തുനിന്ന്? നിങ്ങളുടെ തേർഡ് ഹാർമോണിക്സ് വന്നപ്പോൾ ഉള്ള വോൾട്ടേജുകളാണിത്. അതായത് ഇവിടെ വല്ല ഫേസ് ഷിഫ്റ്റും ഉണ്ടോ നോക്കിയാൽ നിങ്ങൾ? VA3യും VB3യും VC3യും ഒക്കെ സെയിം അല്ലേ? അതായത് നമുക്ക് മനസ്സിലാക്കാം തേർഡ് ഹാർമോണിക്സ് ഹാസ് നോ ഫേസ് ഷിഫ്റ്റ്. തേർഡ് ഹാർമോണിക്സിന് എന്തില്ല? ഫേസ് ഷിഫ്റ്റ് ഇല്ല. അത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, സിമിലർലി
ഒരു തേർഡ് ഹാർമോണിക്കിൻ്റെ പ്രോപ്പർട്ടിയാണ്. തേർഡ് ഹാർമോണിക്സ് ആർ കോഫേസൽ. എന്താണ്? കോഫേസലാണ്. കോഫേസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ A13യും VA3യും തമ്മിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. സിമിലർലി VB1ഉം VB3യും നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. ഓക്കെ, അതായത് ഇഫ് യുവർ VA ആണ് നിങ്ങൾ കാണാൻ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് VA1ഉം VA3 ആഡ് ചെയ്യാം. സിമിലർലി VB ആണെങ്കിൽ VB1ഉം VB3 ആഡ് ചെയ്യാം. VC എന്ന് പറഞ്ഞാൽ എന്താണ്? VC1ഉം VC3യും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കും എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ VAയും VBയും മൈനസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. VA മൈനസ് VB. VA മൈനസ് VB എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? VA എന്ന് പറഞ്ഞാൽ ആരാ? VA1 VB1 വരാം, പ്ലസ് ആര് വരാം? VA3 മൈനസ് VB3. ഈ VA3യും VB3 എത്രയാണ്? ഈക്വലാണ്. അതുകൊണ്ട് ഇത് 0 ആവും. ശരിയല്ല? അപ്പം ലാസ്റ്റ് ആര് മാത്രമേ ഉള്ളൂ? VA മൈനസ് VB എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി VA1 മൈനസ് VB1. ഓക്കെ, സിമിലർലി നിങ്ങൾ VB മൈനസ് VC എടുത്ത് നോക്കൂ. ഇറ്റ് വിൽ ബി VB1 മൈനസ് VC1. ക്ലിയർ? സിമിലർലി VC മൈനസ് VA എടുത്ത് നോക്കിയാൽ ഇറ്റ് വിൽ ബി VC1 മൈനസ് VA1. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കിയ ഇതെന്ത് സംഭവിച്ചത്? നിങ്ങൾ രണ്ട് വോൾട്ടേജ്, രണ്ട് ഡിഫറെൻറ്റ് ഫേസുകളുടെ വോൾട്ടേജ് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ക്യാൻസൽ ഔട്ട് ചെയ്യാം? ഹാർമോണിക്സിനെ ക്യാൻസൽ ഔട്ട് ചെയ്യാം. ഓക്കെ, ഹാർമോണിക്സിനെ ക്യാൻസൽ ഔട്ട് ചെയ്ത് ഏത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഫണ്ടമെൻ്റൽ കമ്പോണൻറ്റ്. VA1 VB1 ഒക്കെ ഫണ്ടമെൻ്റൽ കമ്പോണൻറ്റുകളല്ലേ, അത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ 6A കണക്ഷനിലേക്ക് നമ്മൾ വരുന്നത്. ഓക്കെ, അപ്പോൾ 6A കണക്ഷൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ 2 ഫേസുകളാണ് എടുക്കുന്നത്. ആ 2 ഫേസുകൾ സീരീസ് സബ്ട്രാക്റ്റീവ് പൊളാരിറ്റിയിൽ കണക്ട് ചെയ്യുക. ഇത് ചോദിക്കാറുണ്ട്. ഓക്കെ, സീരീസ് സബ്ട്രാക്റ്റീവ് പൊളാരിറ്റിയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാർമോണിക്സിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ അതാണ് എഴുതാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ പോയിന്റ്, ഇഫ് നമ്മൾ വോൾട്ടേജസ് ഓഫ് 2 ഡിഫറെൻറ്റ് ഫേസസ്, നമ്മൾ 2 ഡിഫറെൻറ്റ് ഫേസസിലെ വോൾട്ടേജ് 2 ഡിഫറെൻറ്റ് ഫേസസ് ആർ സബ്ട്രാക്റ്റഡ്. നമ്മൾ 2 ഡിഫറെൻറ്റ് ഫേസസ് സബ്ട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആര് മാത്രമേ റിമെയിൻ ചെയ്യുള്ളൂ? ഓൺലി ഫണ്ടമെൻ്റൽ റിമെയിൻസ്. ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി മാത്രമേ, അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ വോൾട്ടേജ് മാത്രമേ റിമെയിൻ ചെയ്യുള്ളൂ. ആരെ എലിമിനേറ്റ് ചെയ്യാം? we can third harmonics are cancel out. Third harmonics are cancel out. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഫണ്ടമെൻ്റൽ റിമെയിൻ, 2 ഫേസർ ഡിഫറൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഫണ്ടമെൻ്റൽ അവിടെ ഉണ്ടാവും. സിമിലർലി തേർഡ് ഹാർമോണിക്സിനെ ക്യാൻസൽ ഔട്ട് ചെയ്യാൻ വേണ്ടി ആണ് നമ്മൾ ഏത് കണക്ഷനിലേക്ക് പോകുന്നത്? ദാസ് വി ഗോ ടു അവർ സിഗ്സാഗ് കണക്ഷൻ. അങ്ങനെയാണ് നമ്മൾ 6A കണക്ഷനിലേക്ക് പോകുന്നത്. ഇവിടെ 6A കണക്ഷനിലെ വൈൻഡിങ്സ് എങ്ങനെ അറേഞ്ച് ചെയ്യണം? ഇൻ 6A കണക്ഷൻസ് ഇത് ചോദിക്കാറുണ്ട്. ദ വൈൻഡിങ്സ് ഓഫ് ദ 2 ഫേസസ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് സബ്ട്രാക്റ്റീവ് പൊളാരിറ്റി. എങ്ങനെയാണ്? സീരീസ് സബ്ട്രാക്റ്റീവ് പൊളാരിറ്റി ആയിട്ട് കണക്ട് ചെയ്യുക. എന്തിന്? ടു റിമൂവ് ദ തേർഡ് ഹാർമോണിക്സ്. തേർഡ് ഹാർമോണിക്സ് റിമൂവ് ചെയ്യാൻ 6A ഉപയോഗിക്കണം എന്നുള്ള ഒന്നാമത്തെ കാര്യം ആലോചിക്കുക. അതിന് എങ്ങനെ കണക്ട് ചെയ്യുക വെച്ചാൽ സീരീസ് സബ്ട്രാക്റ്റീവ് പൊളാരിറ്റി ആയിട്ട് ഉപയോഗിക്കുക. കാരണം ഇതാ നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് VA1 VB1 എന്നുള്ള ലെവലാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ കണക്ഷനുകളിൽ നമ്മൾ സീരീസ് സബ്ട്രാക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യണം. നമ്മൾ നേരത്തെ ഒക്കെ സീരീസ് അഡിറ്റീവ് ആയിട്ടാണ് യൂസ് ചെയ്തത്. ഓക്കെ, പൊളാരിറ്റി ഒരേ ഫേസിലാണ് വന്നത്. ഡോട്ട് കൺവെൻഷൻ നോക്കിയാൽ മനസ്സിലാവും, ഒരേ ഫേസിൽ തന്നെയാണ് വന്നത് അല്ലേ? ഫസ്റ്റ് A വരയ്ക്കുന്ന അതേ സ്ഥലത്ത് തന്നെ നമ്മൾ പറഞ്ഞ ഫേസർ വരയ്ക്കുന്ന അതേ സ്ഥലത്ത് തന്നെ ഡോട്ട് വരണമെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, ഇവിടെ അങ്ങനെയല്ല. ഇവിടെ സീരീസ് സബ്ട്രാക്റ്റീവ് പൊളാരിറ്റി ആയിട്ടാണ് വരക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നോക്കാം. അത് നമ്മൾ എങ്ങനെയാണത് പ്ലേസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ വരക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? മനസ്സിലാക്കാം. ഓക്കെ, വരക്കുന്ന സമയത്ത് അത് ക്ലിയർ ആവും എങ്ങനെയാണ് അത് ചെയ്യുന്നത്. ഇപ്പോൾ ഓർത്ത് വയ്ക്കുക, നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണ്? ഈ 6A കണക്ഷൻ ചെയ്യുന്നത് എന്തിനാണ്? ഈ പറഞ്ഞ ഹാർമോണിക്സിൻ്റെ റിഡക്ഷന് വേണ്ടിയാണ് നമ്മളിതിലേക്ക് പോകുന്നത്.
ക്ലിയർ? അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഈ മൂന്ന് കണക്ഷനുകൾ നമ്മൾ അടുത്ത ക്ലാസ്സിലായിരിക്കും എടുക്കുക. ഓക്കെ, ഈ 3 കണക്ഷനും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് 3 ഫേസ് ട്രാൻസ്ഫോമറിൽ PSC പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യനുകളും ഈസി ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളെ നമുക്കിവിടെ പറയാനായിട്ടുള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അനലൈസ് ചെയ്യാം ഈ 3 ഫേസ് ട്രാൻസ്ഫോമേഴ്സിന്. ഓക്കെ, അപ്പം ഇന്നത്തെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഈ പറഞ്ഞ 3 കണക്ഷൻസുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, കാണാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്ര ഡിസ്കസ് ചെയ്യാനുള്ളൂ. We can see in our next class. Okay then, thank you.